Praise the Lord. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी प्रियजनों को प्रेम का वंदना. ഒരു ദിവസം കൂടി നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാനുള്ള അവസരം കർത്താവ് തന്നതിനായി കർത്താവ് അനുസരിക്കുന്നു. और एक दिन फिर से प्रभु ने हमको मौका दिया है ताकि हम प्रभु का वचन का मनन कर सके. നമുക്ക് ഇന്ന് നേരെ വചനത്തിലേക്ക് പോവുകയാണ്. इसलिए आज हम लोग डायरेक्ट वचन में प्रवेश कर रहे हैं. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും വളരെ ഒരുക്കത്തോടെയാണ്. और मैं विश्वास करता हूँ कि आज सब लोग तैयारी में है. ആദ്യമായിട്ട് ഒരു 3 വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. पहला शुरुआत के लिए आधार के लिए 3 वाक्य में पढ़ना चाहूंगा. ആദ്യം എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യം. एफेसियों का पुस्तक 2 अध्याय 8 से 10. Ephesians chapter 2 verse 8 to 10. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാവുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെടാവുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. पढ़ेंगे 8 से 10. विश्वास के द्वारा अनुग्रह ही से तुम्हारा उद्धार हुआ है, और यह तुम्हारी ओर से नहीं वरन परमेश्वर का दान है, और न कर्मों के कारण, ऐसा न हो कि कोई घमंड करे, क्योंकि हम उसके बनाए हुए हैं और मसीह यीशु में उन भले कामों के लिए सृजे गए जिन्हें परमेश्वर ने पहले से हमारे करने के लिए तैयार किया. ഇനി നമുക്കൊരു വാക്യം വായിക്കാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. उसी के साथ साथ फिलिपियों का पुस्तक 2 अध्याय 12 वाक्य. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. फिलिपियों 2:12. इसलिए हे प्रियो, जिस प्रकार तुम सदा से आज्ञा मानते आए हो, वैसे ही अब भी न केवल मेरे साथ रहते हुए पर विशेष करके अब मेरे दूर रहने पर भी डरते और कांपते हुए अपने अपने उद्धार का कार्य पूरा करते जाओ. അപ്പോൾ ഇനി ഒരു വാക്കോട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. इसी के साथ साथ और एक वाक्य पढ़ना चाहता हूँ. 1 പത്രോസ് 1-ാം അധ്യായം 17-ാം വാക്യം. पहला पत्रोस 1 अध्याय वाक्य 17. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. पहला पत्रोस 1:17. जबकि तुम हे पिता कहकर उसे प्रार्थना करते हो, जो बिना पक्षपात हर एक के काम के अनुसार न्याय करता है, तो अपने परदेशी होने का समय भय से बिताओ. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് ഈ 3 വാക്യങ്ങളോട് ഒന്ന് ചേർന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, तो ये तीनों वाक्यों को अगर यदि हम जोड़ेंगे और साथ तो एक बात हमको समझ में आता है. കർത്താവിൽ വിളിക്കപ്പെട്ട ജനം, കൃപ ലഭിച്ച ജനം, രക്ഷിക്കപ്പെട്ട ജനം ഈ ലോകയാത്രയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്? तो हाँ, प्रभु में बुलाए हुए लोग, अनुग्रह प्राप्त किए लोग, उद्धार पाए हुए लोग इस दुनिया में किस रीति से जीना चाहिए, ये बात हम देखते हैं. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ വളരെ നിസ്സാരമായി കാണുവാൻ പാടില്ല. हम लोग कभी भी अपना जीवन को एक आसानी से या हल्के से नहीं लेना है. നമ്മൾ കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനമാണ്. हम लोग प्रभु के लिए बुलाकर अलग किए हुए लोग हैं. നമ്മളെക്കുറിച്ച് നമ്മളെ വിളിച്ചവന്, നമ്മളെ രക്ഷിച്ചവന്, നമ്മളെ വീണ്ടെടുത്തവന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. हमें जो बुलाया गया है, हमें जो बचाया है, हमें छुटकारा दिया है, ये प्रभु को हमारे जीवन में बहुत बड़ा उद्देश्य है. ആ ഉദ്ദേശത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. उस उद्देश्य के विषय में हमें बहुत जागरूक रहना जरूरी है. അപ്പോൾ നമുക്ക് ഇവിടെ രക്ഷിക്കപ്പെട്ടവരായ നമ്മൾ ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇനി പ്രവർത്തിക്കണം. तो अभी हम लोग जो उद्धार पाए हुए विश्वासी है, अभी हम लोग डरते हुए कांपते हुए हमारे उद्धार के लिए हमें कार्य करना है. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്ലാസ്സുകളിലൂടെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ആത്മരക്ഷയല്ല, പ്രാണന്റെ രക്ഷയാണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. तो इन दिनों के क्लासों में आप लोग को वो बात का फर्क समझ में आया रहेगा कि हम लोग आत्मा का उद्धार के लिए हम लोग क्रिया कर रहे हैं, बल्कि विश्वासी हो जाने के बाद, नया जन्म पाने के बाद, आत्मा का उद्धार हो जाने के बाद हमारा प्राण के उद्धार के विषय में आत्मिक उन्नति प्राप्त करने के विषय के लिए है हमें क्रिया करना है करके वचन में लिखा है. ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ये बहुत ही मूल्यवान बात है. അപ്പോൾ നമ്മൾ ഇന്ന് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. तो क्योंकि आज हम लोग परमेश्वर को हे अब्बा करके पुकारते हैं. ഈ ലോകത്തിലെ ആർക്കും ഇങ്ങനെ വിളിക്കാൻ തക്കവണ്ണമുള്ള കൃപ ലഭിച്ചില്ല. इस दुनिया में और किसी को भी कोई भी जीव को इस तरह के पुकारने का ये शब्द अधिकार दिया नहीं है. ഇത് സഭായുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് മാത്രം ലഭിച്ച ഭയങ്കരമായ ഒരു ഭാഗ്യ പദവിയാണ്. ये सिर्फ कलीसिया में हम जो जीने वाले लोगों को इस कलीसिया के समय पर सिर्फ हम विश्वासियों को बुलाने के लिए सबसे आशीषमय पदवी दिया है. കാരണം നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന
പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുക. क्योंकि हमें हे अब्बा हे पिता करके पुकारने के लिए पुत्रत्व का आत्मा हमें दिया गया है। അത് നമ്മൾ റോമാലേഖനം 8:15 ഗലാത്യർ 4:6 വായിക്കുന്നുണ്ടല്ലോ. वो रोमियो का पुस्तक 8:15 और गलतियों 4:6 में भी हम पढ़ते हैं। അപ്പോൾ എല്ലാ വാക്യങ്ങളും ഞാൻ വായിപ്പിക്കുന്നില്ല, तो ये वाक्य में पढ़ा नहीं रहा കാരണം നമുക്ക് ഈ വാക്യങ്ങളെല്ലാം വളരെ സുപരിചിതമാണ്. क्योंकि ये सब वाक्यों से हम लोग वाकिफ है। നിങ്ങൾക്ക് എഴുതേണ്ടവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ വേണേൽ പറയാം. റോമാലേഖനം 8:15, तो जो जिनको लिखना है उन लोगों के लिए मैं एक और बार बताना चाहता हूँ। रोमियो 8:15 ഗലാത്യർ 4:6. और गलतियों का पुस्तक उसका 4:6। അപ്പോൾ ഈ പുത്രത്വത്തിന്റെ ആത്മാവുള്ളവർക്ക് മാത്രമേ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് കഴിയുള്ളൂ. तो जिनके पास ये पुत्रता का आत्मा मिला है, जो लेबालक होने का पुत्र आत्मा मिला है, उन्हीं लोगों को ही हे अब्बा हे पिता करके पुकार सकते हैं। അപ്പോൾ നമ്മൾ അങ്ങനെ വിളിക്കുമ്പോൾ തന്നെ जब हम बुलाते समय में ही നമ്മുടെ ഈ പിതാവിനെ നമ്മൾ എങ്ങനെ സേവിക്കണം, हम इस पिता को हम कैसा सेवा करना है, അതാണ് നമ്മൾ 1 പത്രോസ് 1:17 വായിച്ചത്. वही हमने पहला पत्रोस 1:17 में हमने पढ़ा। പക്ഷപാതം കൂടാതെ ന്യായം വിധിക്കുന്ന ദൈവത്തെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. तो हम लोग हे पिता करके बुलाते हैं समय में, ये परमेश्वर को जो हे पिता करके बुलाते हैं, जो बिना पश्चाताप के न्याय करता है, वो जो सभी कार्यों को न्याय करेगा, इस दुनिया में इस प्रवासी समय में जीते समय में डरते हुए हम काम कार्य करें। അപ്പൊ ഇന്ന് ആ ദൈവത്തെ കുറിച്ചുള്ള ശരിയായ അറിവില്ലാത്തത് കൊണ്ടോ എന്തോ ജനങ്ങൾക്ക് ഒരു ദൈവഭയമില്ല. तो इसके लिए आज प्रभु के विषय में सही रीति का जानकारी न होने की वजह से, अज्ञानता की वजह से परमेश्वर का और का भय नहीं है। നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള ഒരു ശരിയായ അറിവുണ്ടായിരിക്കണം. हमें इसलिए परमेश्वर के विषय में सही बातों का जानकारी होना जरूरी है। നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ഈ ദൈവം എത്ര വലിയവനാണ്. हम अब्बा पिता करके जिनको बुला रहा है, ये परमेश्वर बहुत श्रेष्ठ और बहुत बड़ा है। ഈ ദൈവം നമ്മളെ തന്റെ മക്കളായി നമ്മളെ കൈക്കൊണ്ടിരിക്കുന്നു. ये परमेश्वर ने हमें अपने बच्चे के स्वरूप हमें स्वीकारा है നമുക്ക് ചെയ്തു പോരേണ്ടതിന് ചില കാര്യങ്ങളൊക്കെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. और हमें कुछ बातें जिम्मेदारी दिया गया है जो इस दुनिया में हमको करना है। ഇതൊക്കെ നമ്മൾ അറിയണം. ये सब बातें हमें जानना है। നമ്മൾ രക്ഷിക്കപ്പെട്ടു ഒന്നും അറിയാത്തവരെ പോലെ നമുക്ക് തോന്നിയ പോലെ ജീവിക്കാൻ വേണ്ടി അല്ല നമ്മളെ വിളിച്ച് പേർ പഠിച്ചത്. हमें उद्धार हो गया है तो अभी अपना मनमानी के हिसाब से या अपना मर्जी की जिंदगी जीने के लिए नहीं प्रभु ने हमको उद्धार दिया है। നമുക്കറിയാം ഇസ്രായേൽ ജനങ്ങളെ ദൈവം വിളിച്ച് വേർപെടുത്തി ദൈവം അവർ നടത്തി. हम जानते हैं कि इस्राएली लोगों को परमेश्वर ने बुलाया, उनको अलग किया और चलाया, എന്നാൽ ആ ദൈവത്തെ അവർ അറിഞ്ഞില്ല. लेकिन वो प्रभु को नहीं जान पाए। എന്നാൽ അല്പമായിട്ടൊന്ന് അറിഞ്ഞപ്പോൾ लेकिन जितना वो लोग थोड़ा जान पाने के ആ बाद ജനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? लोगों का अवस्था क्या हो गया? നമ്മള് ദൈവത്തെ അറിയുന്നതോറുമാണ് ദൈവത്തോടുള്ള ഭയവും ഭക്തിയും ഒക്കെ നമ്മൾ വർദ്ധിക്കുന്നത്. हम लोग परमेश्वर को जितना अधिकतर गहराई में रिश्ता में जैसा हम लोग जानते रहता है, उतना हमारे में भय और भक्ति बढ़ते रहता है। നമുക്കറിയാം ഞാൻ ആ കാര്യങ്ങളെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിട്ട് വായിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നമുക്ക് वो വായിക്കാം. वाक्य सिर्फ याद दिलाने के लिए निर्गमन का पुस्तक उसका 19वां अध्याय 19:16 एक्सोडस 19:16। അപ്പോൾ 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും ഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. निर्गमन 19:16 पढ़ेंगे। जब तीसरा दिन आया तब भोर होते ही बादल गरजने और बिजली चमकने लगी और पर्वत पे काली घटा छा गई। फिर नरसिंगे का बड़ा भारी शब्द हुआ और छावनी में जितने लोग थे सब कांप उठे। അപ്പോൾ അവിടെ ജനങ്ങളെല്ലാവരും പേടിച്ച് വിറച്ചു. तो वहां पर देखते हैं लोग वो डर कर कांपने लगे। നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. अब एक बात समझना है, ദൈവം അവിടെ ആ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയാണ്. तो वहां पर परमेश्वर उस सिनाई पर्वत पर उतर कर आ रहा है। അപ്പോൾ ജനത്തോടുള്ള ബന്ധത്തിൽ ജനത്തിന്റെ കർത്തവ്യം എന്താണ്? तो लोगों के विषय में लोगों का जिम्मेदारी क्या है? അവരാ പർവ്വതത്തിൽ കയറാൻ പാടില്ല. वो लोग उस पर्वत पे वो लोग चढ़ नहीं सकते। കയറാൻ പാടില്ലെന്നല്ല, അതിനെ തൊടാൻ പോലും പാടില്ല. चढ़ना केवल नहीं बस उसको छू भी नहीं सकते। നമുക്ക് അതിന്റെ 12-ാം വാക്യം വായിക്കാം. उसी का 12 वाक्य पढ़ेंगे। ജനം പർവ്വതത്തിൽ കയറാതെയും അതിന്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് നീ അവർക്കായി ചുറ്റും അതിർ തിരിക്കണം. പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. पढ़ेंगे निर्गमन 19:12। तो लोगों के लिए चारों ओर बाड़ा बांध देना और उनसे कहना तुम सचेत रहो कि पर्वत पर न चढ़ो और उसकी सीमा को भी न छुओ और जो कोई पहाड़ को छुए वह निश्चय मार डाला जाए। അപ്പോൾ ദൈവത്തിന്റെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന്റെ വിശുദ്ധിയുടെ മാഹാത്മ്യം, तो यहाँ पर परमेश्वर का पवित्रता का महत्व,
അത് നിങ്ങൾ മനസ്സിലാക്കണം. वो बात को हमें समझना है. ദൈവത്തിന്റെ വിശുദ്ധിയുടെ മഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ, अगर परमेश्वर का पवित्रता का महत्व अगर आप समझेंगे नहीं तो അത് വളരെ വലിയ ചതിവായിട്ട് മാറും. वो बहुत बड़ा धोखा हो जाएगा. കാരണം ദൈവം അത്രമാത്രം വിശുദ്ധനാണ്. क्योंकि परमेश्वर उतना पवित्र है. ആ വിശുദ്ധിയെ കുറിച്ചുള്ള ഒരു അറിവ് ആ ജനത്തിനുണ്ടായിരുന്നില്ല. तो ये पवित्रता के विषय में जो जानकारी था वो लोग नहीं जानते थे. എന്നാൽ ഇവിടെ കർത്താവ് ഇറങ്ങിയപ്പോൾ ജനമെല്ലാം പേടിച്ച് പറിച്ചു. लेकिन इधर जब परमेश्वर उतर कर आया लोग डर कर कांपने लगे. നമ്മുടെ കാര്യം മനസ്സിലാക്കണം. हमें एक बात समझना है. നമുക്ക് ഇന്നും നമ്മുടെ കർത്താവിനെ കുറിച്ച് എത്രമാത്രം അറിവുണ്ട്. अब आज भी हमें परमेश्वर के विषय में कितना जानकारी है. നമുക്കറിയാം ആ 19:22 പുരോഹിതന്മാരോട് പോലെയുള്ള ദൈവത്തിന്റെ കൽപ്പന, യഹോവയോട് അടുക്കുന്ന പുരോഹിതന്മാരും യഹോവ അവർക്ക് ഹാനി വരുത്താതിരിക്കേണ്ടതിന് തങ്ങളെ ശുദ്ധീകരിക്കട്ടെ. उसी 19 का 22 भी पढ़ेंगे. 19:22 एक्सोडस 19 का 22. और याजक जो यहोवा के समीप आया करते हैं वे भी अपने को पवित्र करे, कहीं ऐसा न हो कि यहोवा उन पर टूट पड़े. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ വളരെ व्यक्तമായി മനസ്സിലാക്കണം. ദൈവത്തോട് അടുക്കുന്ന ഏതൊരു വ്യക്തിയും അവര് വിശുദ്ധിയെ സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ്. इसके लिए परमेश्वर के निकट कोई भी आते समय में वो लोग पवित्रता को संभाले रखना बहुत जरूरी है. നമുക്ക് തോന്നിയതുപോലെ എന്ത് ചെയ്യാമെന്ന് നമ്മൾ കരുതരുത്. हम लोग कभी भी ऐसा नहीं सोचना कि हम अपना मनमानी की बातें या हमारी इच्छा की बातें कर सकते हैं. ഇപ്പൊ ഇത് പഴയ നിയമത്തിലെ കാര്യമാണെന്നൊക്കെ പെട്ടെന്ന് ചില ചിന്തിക്കും. कुछ लोग सोचेंगे कि अरे ये तो पुराना नियम का बात है ना. നമുക്കറിയാം കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന ഒരുത്തൻ അയോഗ്യമായി പങ്കെടുത്താൽ എന്ത് സംഭവിക്കും? तो हम जानते हैं ना प्रभु मेज के विषय में भी कोई अयोग्य रीति से अगर मेज का भाग ले उसका अवस्था क्या होगा. അവനെ തന്നെ ശോധന കഴിക്കണം. वो अपने आप को जांचना है ना. ഇല്ലെങ്കിൽ അവൻ രോഗിയായി തീരാം, മരണം വരെ സംഭവിക്കാം. यहाँ तक नहीं, अगर सही रीति से जांचा नहीं तो वो बीमार पड़ सकता है, यहाँ तक कि मृत्यु भी आ सकता है. അത് നിങ്ങൾക്ക് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നമ്മൾ എപ്പോഴും വായിക്കുന്നതാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. और ये तो हम लोग हमेशा 1 कोरिन्थी 11वां अध्याय में हम लोग पढ़ते हैं, इसलिए मैं उसमें नहीं जा रहा. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മള് പുതിയ നിയമ വ്യവസ്ഥയിലാവുമ്പോഴും നമ്മൾ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി വളരെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. കാരണം നമ്മൾ പത്രോസ് തന്നെ നമ്മളിപ്പോൾ വായിച്ച ആ ഭാഗത്തിന്റെ അടുത്ത തന്നെ കാണാൻ കഴിയും. 1 പത്രോസ് 1-ാം അധ്യായം 14 മുതൽ 16 വരെ വായിക്കുമ്പോൾ, तो हम लोग नए नियम में विषय में पवित्रता के विषय में आते समय में उसमें भी हमें एकदम गंभीरता से वो बात को हमें समझकर ग्रहण करना है, हल्के से नहीं लेना है. अभी हमने 1 पत्रोस में जो 1 अध्याय में पढ़ा उसका ऊपर के भागों में भी जब पढ़ते समय में 1 पत्रोस 1 अध्याय उसका 14 से 16 जब हम पढ़ते हैं, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. पढ़ेंगे उसका 1 पत्रोस 1 अध्याय 14 से 16. आज्ञाकारी बालकों के समान अपनी अज्ञानता के समय की पुरानी अभिलाषाओं के सदृश न बनो, पर जैसा तुम्हारा बुलाने वाला पवित्र है वैसे भी तुम भी अपने सारे चाल चलन में पवित्र बनो, क्योंकि लिखा है पवित्र बनो क्योंकि मैं पवित्र हूँ. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാല് നമ്മള് ഒരു സമയത്ത് നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല. तो इधर विषय क्या है, एक समय में हमें परमेश्वर के बारे में जानकारी नहीं था, अज्ञानता के जीवन में जी रहे थे. അതുകൊണ്ട് നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു. जिसकी वजह से हम अपने शारीरिक अभिलाषा को पूरा करके हमारी इच्छा के अनुसार हम जी रहे थे. എന്നാൽ ഇവിടെ കർത്താവിന്റെ വിളി കേട്ടവർ, लेकिन जो प्रभु को बुलावट सुना है, കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ചവർ, जो प्रभु का आत्मा को प्राप्त किया है, വീണ്ടും അങ്ങനെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. दोबारा उसी रीति से या चाल चलन में चलने के लिए प्रभु इच्छा नहीं रखता. അപ്പം നമ്മളെ വിളിക്കുന്ന ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മൾ എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം. तो क्योंकि हमें जो परमेश्वर हमें बुलाया है जो पवित्र है, तो हमें बुलाते समय में हमारा हर चाल चलनों में भी हम पवित्र रहना चाहिए. എന്ന് പറഞ്ഞാൽ അതിന്റെ സാരം വളരെ ഗൗരവമുള്ള, उसका बात देखा जाए तो बहुत ही गंभीर बात है. എല്ലാ കാര്യങ്ങളും കർത്താവ് പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യണമെന്നാണ്. मतलब प्रभु जिस रीति से कहता है उसी रीति से हमें करना है. നമ്മൾ അങ്ങനെയല്ലാതെ നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ കഴിവിലോ ആശ്രയിച്ച് നമ്മൾ ജീവിച്ചാൽ അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ വിശുദ്ധിയിൽ നിന്നും താഴെ വീഴുകയാണ്. अगर ऐसे बातों पर हम अपना बुद्धि या अपना काबिलियत अगर इस्तेमाल करेंगे तो वास्तव में हम गिर रहे हैं आत्मिक अवस्था से. നമ്മൾ കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ഹിതം എപ്പോഴും തിരിച്ചറിയണം. क्योंकि हमें परमेश्वर हमारे विषय में जो उन्होंने इच्छा रखा है वो बात हमको सही रीति से जानना है. അതിനാണ് ദൈവം തന്റെ ആത്മാവിനെയും തന്റെ വചനവും ഒക്കെ നമുക്ക് നൽകിയിരിക്കുന്നത്. इसीलिए तो परमेश्वर ने हमें आत्मा और वचन दिया है. അപ്പോൾ നമുക്ക് ഈ വചനത്തിൽ നിലനിൽക്കുവാനും ഈ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാനും നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. इसलिए हमेशा ये वचन
वचन के अनुसार चलने के लिए और आत्मा के अनुसार चलने के लिए हमें हमेशा तैयार रहना है। ഇവിടെ ഇസ്രായേൽ മക്കള് ദൈവത്തിന്റെ ആ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോൾ तो यहाँ पर इस्राएली लोगों ने जब परमेश्वर का महिमा वो पर्वत पे जब उन्होंने देखा, അവര് മോശയോട് പറയുന്നൊരു കാര്യം കേട്ടോ. वो लोग उधर मोशे को क्या कहते हैं वो लोग? നമ്മള് പുറപ്പാട് 20:19 വാക്യം വായിക്കും. वही आप निर्गमन का पुस्तक 20:19 में एक्सोडस 20:19 അവർ മോശയോട് നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. हाँ पढ़ेंगे उसका 20:19। वे मूसा से कहने लगे, तू ही हमसे बातें कर, तब तो हम सुन सकेंगे, परंतु परमेश्वर हमसे बातें न करे, ऐसा न हो कि हम मर जाए। അപ്പോൾ അവിടെ ജനങ്ങൾക്ക് എത്രമാത്രം ദൈവത്തെ യഥാർത്ഥത്തിൽ അവര് ആ കർത്താവ് ദൈവം മോശയോട് സംസാരിക്കാനായിട്ട് സിനായ പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ എത്രമാത്രം അവർക്ക് ഭയമുണ്ടായെന്ന് കാണുക. तो यहाँ पर देखो वो लोग वहाँ पर जब परमेश्वर जो पर्वत पर उतर कर आते समय में वो लोगों को कितना भय हुआ वो बात को यहाँ पर दिखाता है। അവിടെ എന്താ ഉണ്ടായത്? उधर क्या हुआ? ഇടിമുഴക്കം ഉണ്ടായി, മിന്നലുണ്ടായി. बिजली या गरजने लगा। നമ്മൾ അതിനെ 16 വാക്യത്തിൽ വായിച്ചല്ലോ. उसका हम लोग ने निर्गम उसका एक्सोडस 19 का 19 का 16 में हमने पढ़ा था। ഇടിമുഴക്കവും മിന്നലും ഉണ്ടായി. वहाँ पर बिजलियां गिरने लगा। നമുക്കറിയാം ഇന്ന് തന്നെ മഴക്കാലത്ത് ഒരു മിന്നലുണ്ടായ ആൾക്കാർക്ക് എന്തുമാത്രം ഭയമാണ്. यहाँ तो आज भी जब बारिश में वो जब बिजली गरजता है तो कितना हमें डर लगता है। പലരും ഉടനെ തന്നെ ഓടിപ്പോയി വീട്ടിൽ കയറും. बहुत लोग तो डर के किधर भी अंदर घुस जाते हैं या तो घर में चले जाते हैं। ഇത് മഴയത്തുണ്ടായ മിന്നൽ പോലും അല്ല. लेकिन ये बारिश के मौसम में आने वाला बिजली नहीं है। സാക്ഷാൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ മിന്നൽ എന്നൊക്കെ പറഞ്ഞാൽ അതിനെ നമുക്ക് ഒന്ന് ഭാവനയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ മുന്നോട്ട് ആ മിന്നലുണ്ടായ ഒരു മിന്നൽ പറഞ്ഞുതരാം. हाँ तो और लेकिन परमेश्वर स्वयं भी उतर कर आते समय में उस समय में हुआ बिजली गरजने का ये अवस्था है। आगे मैं इस बिजली गरजने का विशेषता को मैं बताऊंगा। Praise the Lord. Praise the Lord। അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മുടെ ദൈവത്തെ ഇന്നും എന്തായിട്ട് तो കണ്ടിരിക്കുന്നു. इसके लिए आज भी हम परमेश्वर को किस रीति से हम देख रहे हैं। നമുക്ക് നമ്മുടെ കർത്താവിനെ നമുക്ക് ഓരോ ദിവസം ചെല്ലുന്നതും കൂടുതൽ അറിയാൻ കഴിയുന്നുണ്ടോ? तो हम लोग इसलिए प्रतिदिन जब प्रभु के निकट हम आते समय में हम प्रभु के बारे में और बातें जान पा रहे हैं क्या? കർത്താവിനെ അനുസരിക്കുന്നതിൽ നമുക്ക് ഇന്നലേക്കാൾ ഇന്ന് അതിൽ കൂടുതൽ ഉത്സാഹം കാണിക്കാൻ കഴിയുന്നുണ്ടോ? प्रभु को आगे का प्रभु के बातों को आगे का पालन करने के विषय में क्या मैं कल से भी आज ज्यादा मैं वचन का पालन कर रहा हूँ क्या? നമുക്ക് എത്രമാത്രം ഈ കർത്താവിനെ അറിയാൻ കഴിയുന്നു? हम लोग कितना हम लोग प्रभु को जान पाते हैं? അത്രമാത്രം നമുക്ക് കർത്താവിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ദൈവത്തെ ഭയപ്പെടുവാനും കർത്താവിനോട് അനുസരണം കാണിക്കാനും കഴിയും. उतना ही हम लोग परमेश्वर से प्रेम कर पाएंगे, उनका आगे का पालन कर पाएंगे, हम लोग उसमें उनको भय से हम लोग उनको देखकर आदर कर पाएंगे। നമ്മൾ ചിന്തിക്കുക, ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം. मैं एक एक घटनाओं को मैं पढ़ना चाहता हूँ। ഇയ്യോബ് 42 अध्याय 5-6 वाक्य. अय्यूब का पुस्तक उसका 42 का 4 और 5 5 और 6. सॉरी 5 और 6 42 जॉब 42 5 और 6 ഇയ്യോബ് 42 അധ്യായത്തിന്റെ 5-6 വാക്യം ഞാൻ വായിക്കുന്നു. अय्यूब 42 का 5 और 6। ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. पढ़ेंगे अय्यूब का 42 4 और 5। मैंने कानों से तेरा समाचार सुना था, परंतु अब मेरी आंखें तुझे देखती है, इसलिए मुझे अपने ऊपर घृणा आती है और मैं धूल और राख में पश्चाताप करता हूँ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ വിശുദ്ധിയുടെ മഹാത്മ്യം മനസ്സിലാക്കിയ ഇയ്യോബ് ഇവിടെ നിലവിളിക്കുക. यहाँ पर देखो ये अय्यूब जिसने परमेश्वर को सही रीति से देखा, परमेश्वर का पहचान को उसका श्रेष्ठता सही रीति समझ में आया, तो किस रीति से वो अपने आप को नम्र करके प्रभु को देख रहा है। നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, हमें एक बात समझना है। ഇവിടെ ഇയ്യോബ് പറയുന്ന ഒരു സാക്ഷ്യം, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. तो अय्यूब का गवाही क्या है? मैंने बस आपके बारे में एक सुनी थी, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. परंतु अब मैं अपने आंखों से मैं आपको देख रहा हूँ। നമ്മുടെ യഥാർത്ഥത്തില് ഇയ്യോബ് കർത്താവിനെ കണ്ടോ? क्या वास्तव में अय्यूब ने परमेश्वर को देखा क्या? ഇയ്യോബ് ദൈവത്തെ കണ്ടോ? क्या अय्यूब ने परमेश्वर को देखा क्या? നമുക്ക് അല്പം കഴിഞ്ഞ് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. हमें उसके विषय में हम थोड़ा सोचेंगे। Praise the Lord. Praise the Lord। ഇവിടെ अनेक ഇടങ്ങളിൽ ദൈവത്തെ കണ്ട കാര്യം പറയുന്നുണ്ട്. यहाँ पर बहुत से जगहों पर हम देखते हैं कि लोगों ने अय्यूब परमेश्वर को देखा करके ऐसा शब्द हम देखते हैं। എന്നാൽ യഥാർത്ഥത്തിൽ അവർ ദൈവത്തെ കണ്ടില്ല. वास्तव में अपने शारीरिक रीति की नजरों से लोग ने नहीं देखा, ദൈവത്തെ തന്റെ മഹത്വത്തിൽ കാണാൻ ആർക്കും കഴിയില്ല. क्योंकि परमेश्वर को अपना महिमादायक रूप में महिमादायक अवस्था में कोई भी अपने शारीरिक नजरों से देख नहीं सकता.
നമ്മളത് വലിയ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ये കാര്യമാണ്. बहुत ही गहराई से समझने वाला बात है. തിരുവഴുത്തിൽ അങ്ങനെ അനേക പ്രാവശ്യം നമുക്ക് വായിക്കാൻ കഴിയും. परमेश्वर में वचन में ऐसे इस तरह की बातें बहुत बार लिखा गया है. നമ്മള് ദൈവത്തെ കണ്ടു എന്ന് പറയുന്ന അനേക ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. हम लोग परमेश्वर को देखा है करके, लोगों ने प्रभु को देखा है करके, परमेश्वर को देखा है करके शब्द इस तरह बाइबल में लिखा है करके हम पढ़ते हैं. നമ്മൾ പുറപ്പാട് പുസ്തകം 24 അധ്യായം 9 മുതൽ അതിന്റെ 11 വരെ വായിക്കുമ്പോൾ निर्गमन का पुस्तक उसका 24 का 9 से 11, एक्सोडस 24 9 to 11. അനന്തരം മോശയും അഹരോനും നാദാബും അബീഹൂവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരെയും കൂടെ 70 പേരും കൂടെ കയറി ചെന്ന് അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് വടുത്തതും തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു. ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. तब मूसा, हारून, नादाब, अबीहू और इजराइलियों के 70 पुरनिये ऊपर गए और इजराइल के परमेश्वर का दर्शन किया. दर्शन किया मतलब उनको देखा. और उसके चरणों तले नीलमणि का चबूतरा का सब कुछ था जो आकाश के तुल्य ही स्वच्छ था. और उसने इजराइलियों के प्रधानों पर हाथ न बढ़ाया. तब उन्होंने परमेश्वर का दर्शन किया और खाया पिया. അപ്പോൾ ഇവിടെ പിന്നെ ഇവരെല്ലാം ദൈവത്തെ കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. इधर भी देखो लोग क्या कहते हैं, वचन कहते हैं कि उन्होंने देखा परमेश्वर को. കണ്ടോ? क्या वास्तव में देखा है क्या? लेकिन എങ്ങനെയാ അത് എങ്ങനെയാ വെക്കുന്നേ? तो वो कैसा फिर वो चला होएगा? फिर നമുക്ക് വീണ്ടും ദൈവത്തെ കണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് നോക്കാം. हम लोग फिर से प्रभु को देखा है करके वाक्यों को पढ़ेंगे. ന്യായാധിപന്മാരുടെ പുസ്തകം न्याय का पुस्तक 13-22 വാക്യം. 13 का 22, जजेस 13:22. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകും എന്ന് മാനോഹ ഭാര്യയോട് പറഞ്ഞു. पढ़ेंगे 13:22. मानो ने हाँ वही हमने परमेश्वर का दर्शन पाया है. हाँ അവൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. पढ़ना. तब मानो ने अपनी पत्नी से कहा, हम निश्चय मर जाएंगे क्योंकि हमने परमेश्वर का दर्शन पाया. അപ്പോൾ ഇവിടെ അവർ ഭയപ്പെടുക, കാരണം ദൈവത്തെ കണ്ടാൽ പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റില്ല. तो इधर भी वो लोग भाई से लोग क्या बोल रहे हैं, यदि मेरा परमेश्वर को देख लिया तो फिर हम जिंदा नहीं रह पाएंगे. അവർ ദൈവത്തെ കണ്ടോ? तो इधर भी क्या वास्तव में उन लोग ने परमेश्वर को देखा? क्या ദൈവത്തെ കാണാൻ കഴിയുമോ? क्या परमेश्वर को हम उस नजर से हम देख सकते हैं क्या, शारीरिक आंखों से? ഇപ്പൊ നമ്മള് പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചത് മോശയും അഹരോനും നാദാബും അബീഹൂവും ഒക്കെ പോയി ദൈവത്തെ കണ്ടെന്നാ പറഞ്ഞത്. लेकिन हम लोग निर्गमन में हमने क्या पढ़ा? उधर भी हमने देखा मूसा ने, हारून ने, नादाब, अबीहू और 70 अध्यक्षों ने, उन लोग ने देखा करके हम देखते हैं. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടോ? लेकिन क्या वास्तव में वो लोग शारीरिक रीति से उन लोग ने देखा क्या? ദൈവത്തെ അങ്ങനെ കാണാൻ കഴിയുമോ? तो उस नजर से क्या वास्तव में हम देख सकते हैं क्या परमेश्वर को? ഈ മോശയ്ക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. मूसा को बहुत बड़ा आग्रह था. നിങ്ങൾക്കറിയോ മോശയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മോശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 33:11 निर्गमन 33 का 11 में मूसा के बारे में जब कहता है, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. 33 का 11 पढ़ेंगे. एक्सोडस. और यहोवा मूसा से इस प्रकार आमने सामने बातें करता था जिस प्रकार कोई अपने भाई से बातें करे. या भाई यानी कि इधर मलयालम ट्रांसलेशन में पढ़ते समय में मित्र के समान, दोस्त के समान अब कैसा आमने सामने बात करता है उस रीति में बात किया. അതാ ശരി. वही है सही ट्रांसलेशन. इंग्लिश में भी मित्र बोला है. അപ്പോൾ ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി, ഇങ്ങനെ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ അഭിമുഖമായി സംസാരിച്ചെന്ന. एक व्यक्ति अपने मित्र के साथ, अपने दोस्त के साथ जैसा आमने सामने चेहरे को देखते देखते बात करता है, उस रीति से मूसा ने बात किया करके कह रहा है परमेश्वर के साथ. പിന്നെ എന്നിട്ട് പറയാ, എന്നിട്ടും പിന്നെ മോശ ദൈവത്തെ കണ്ടോ? ऐसा भी लिखा है क्या वास्तव में मूसा ने शारीरिक रीति से परमेश्वर को वो महिमा में देखा क्या? മോശയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. मूसा को बहुत बड़ा आग्रह था, എനിക്ക് ദൈവത്തെ ഒന്ന് കാണണം, मुझे परमेश्वर को सही रीति से अपने नजरों से देखना है. എനിക്ക് ആ ദൈവത്തിന്റെ മുഖം ഒന്ന് കാണണം. मुझे वास्तव में सही रीति से परमेश्वर आपका चेहरे को मुझे सही रीति से देखना है. ദൈവം എന്താ പറഞ്ഞറിയോ? लेकिन परमेश्वर क्या जवाब दिया? ആ ആഗ്രഹം ദൈവം പറഞ്ഞ അവനോട് അതേ 33:20 വാക്യം. उसी 33 का 20वां वाक्य में एक्सोडस में, निर्गमन. നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും
എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് അവൻ കൽപ്പിച്ചു. हाँ, निर्गमन 33 का 20 पढ़ेंगे। फिर उसने कहा, तू मेरे मुख का दर्शन नहीं कर सकता, क्योंकि मनुष्य मेरे मुख का दर्शन करके जीवित नहीं रह सकता। അപ്പോൾ ദൈവത്തെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? तो क्या वास्तव में परमेश्वर को कोई उनका चेहरे को शरीर रीति से देख सकता है क्या? നമ്മൾ യേശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ हम लोग यशायाह का पुस्तक में जब आते हैं, അതിന്റെ 6-ാം അധ്യായത്തിലെ 5-ാം വാക്യത്തിൽ യേശയ്യാവിന്റെ അനുഭവത്തിൽ പറയുന്നത്, उसका 6:5 में यशायाह 6:5 में यशायाह का अनुभव वहां पर लिखा गया है। അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. हाँ, 6:5 पूरा पढ़ना। तब मैंने कहा, हाय हाय, मैं नष्ट हुआ, क्योंकि मैं अशुद्ध होठ वाला मनुष्य हूँ और अशुद्ध होठ वाले मनुष्य के बीच में रहता हूँ, क्योंकि मैंने सेनाओं के यहोवा महाराजाधिराज को अपनी आंखों से देखा है। പിന്നെ ഇവിടെ യേശയ്യാവ് ദൈവത്തെ കണ്ടോ? तो क्या इधर भी वास्तव में क्या यशायाह ने परमेश्वर को देखा क्या शारीरिक रीति से? ഇവിടെ एല്ലാം കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. लेकिन इधर सब भागों में जितना भी पढ़ा उन लोग ने देखा करके है। एक्चुअली हिंदी में परिभाषा में थोड़ा ये आया, लेकिन देखा है वैसा शब्द आना चाहिए। അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുമോ? तो क्या वास्तव में हम लोग शारीरिक रीति से आमने सामने चेहरे पे चेहरा मिलाकर हम देख सकते हैं क्या? ദൈവത്തെ ഏതെങ്കിലും ഒരു സൃഷ്ടി കണ്ടിട്ടുണ്ടോ? क्या परमेश्वर को अभी तक ऐसा कोई सृष्टि या जीवी है क्या जो परमेश्वर को इस रीति से आमने सामने देखा हो? നമുക്കറിയാം ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശക്തന്മാരായ സൃഷ്ടി സറാവുകളാണെന്ന് പറയാം. हम लोग हाँ, परमेश्वर के जीवियों और सृष्टियों में से सबसे ताकतवरों में से एक है साराफ। ഈ സറാവുകൾ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെ അറിയാമോ? लेकिन ये साराफ लोग भी किस तरह परमेश्वर का महिमा करते हैं? അവർക്കും ദൈവത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? क्या वास्तव में उन लोग ने भी परमेश्वर को देखा है क्या? നമുക്ക് പിന്നെ അതേ അധ്യായം യേശയ്യാ 6:2-3 വായിക്കുമ്പോൾ वही यशायाह का 6:2 और 3 जब हम पढ़ते हैं, സറാവുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു, 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു, ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അപ്പോൾ ഇവിടെ സറാബുകൾ പോലെ എന്ത് ചെയ്യാണ്? അവര് 2 കൊണ്ട് അവർ മുഖം മൂടി എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ സന്നിധിയിൽ ആ ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ അവർക്ക് കഴിയുന്നില്ല, അവർ മുഖം മൂടുകയില്ല. पढ़ेंगे 6:2 और 3। उसे ऊंचे पर सराफ दिखाई दिए, हाँ। उसके 6 पंख थे, 2 पंखों से वे अपने मुंह को ढांपे थे और 2 से अपने पांवों को, और 2 से उड़ रहे थे। वे एक दूसरे से पुकार पुकार कर कह रहे थे, सेनाओं का यहोवा पवित्र 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 है, सारी पृथ्वी उसके तेज से भरपूर है। तो साराफ लोग परमेश्वर इधर इस रीति का आराधना हम देखने के बाद उधर अवस्था क्या है? देखो, ये साराफ लोग 2 पंखों से अपना चेहरे को ढककर वो लोग परमेश्वर की उपस्थिति में, मतलब वो लोग भी परमेश्वर को देख नहीं पा रहे, उसको महिमा के सामने वो लोग ढके हुए हैं। അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ശക്തന്മാരായ സൃഷ്ടികളാണ് സറാബ്. ये साराफ बोलो तो परमेश्वर का सृष्टि जीवियों में से सबसे शक्तिशाली और सामर्थ्य जीवी लोग है। അവയ്ക്ക് 6 ചിറകാണുള്ളത്. उन लोग को 6 पंख है, അവർക്ക് പോലും ദൈവത്തിന് മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. लेकिन उनको भी परमेश्वर की महिमा और तेजस के सामने आमने वो लोग सामने देख नहीं सकते। वो लोग നമ്മൾ ചിന്തിച്ചേ, നമുക്ക് ഇപ്പൊ ഈ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയായ സൂര്യനെ പോലും നട്ടുച്ചയ്ക്ക് കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ നേത്രം കൊണ്ട് അതിനെ നോക്കാൻ കഴിയില്ല. हम लोग जरा सोचो ना, परमेश्वर ने जो सृष्टि किया, ये सूरज है, ये सूरज को ही जब हम दोपहर में जब हम देखते समय में क्या उसको हम लोग सही रीति से देख नहीं पाते उनको? നമ്മളെ മാത്രം ദൂരത്താണ് നോക്കുന്നത്, हम लोग कितना दूर से सूरज को देख रहे हैं, എന്നിട്ട് പോലും നോക്കാൻ പറ്റുന്നില്ല. तो भी हम लोग उसको देख नहीं सकता। അതൊരു സൃഷ്ടിയാണ്. और ये सूरज खाली सृष्टि है, അതും ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഒരു ചെറിയതായി സൂര്യനേക്കാളും അനേക മടങ്ങ്, അനേക 1000 മടങ്ങുകൾ വലിപ്പമുള്ള മറ്റു സൂര്യന്മാരുണ്ട്. और ये हम जो सूरज देखते हैं, ये परमेश्वर का सृष्टि में सबसे छोटा सृष्टि है। सूरज से भी बड़ा बड़ा ग्रह, बड़ा बड़ा सूर्य जो हजारों गुना बड़ा और ज्यादा ज्योतिमय है, वो भी कितना बड़ी बड़ी बातें हैं, लेकिन हम ये छोटा सूरज को देख नहीं पा रहे। നമ്മൾ എത്രയോ കോടി മൈലുകൾക്ക് ദൂരെ നിന്നുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് പോലും നോക്കാൻ പറ്റുന്നില്ല. हम लोग ये सूरज को कितना करोड़ों मील किलोमीटर वो दूर है, तो भी उसको देख नहीं सकते। നമ്മൾ ചിന്തിക്കണം. हम जरा सोचे, അങ്ങനെയാണെങ്കിൽ ആ സൃഷ്ടിതാവായ ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ तो वो ऐसा है, तो वो महान और सृष्टिदायक परमेश्वर का महिमा के सामने അതിനെക്കുറിച്ച് പൗലോസ്ലീഹ 1 തിമോത്തി 6-ാം അധ്യായത്തിന്റെ 15-16 വാക്യം വായിക്കുമ്പോൾ उसका पहला तिमोती उसका 6 अध्याय का 11 और 13 15-16 पहला तिमोती 6 का 15-16 ये महान परमेश्वर का महिमा के बारे में कहता है। ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും
അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, മനുഷ്യർ ആരും കണ്ടിട്ടില്ലെന്നും കാണാൻ കഴിയത്തില്ലെന്നും ഇവിടെ പൗലോസ് പറയുന്നത്. हाँ पढ़ेंगे 15 का पहला तिमोथी 6 का 15 और 16, जिसे वो ठीक समय पर दिखाएगा, जो परम प्रधान और एकमात्र अधिपति और राजाओं का राजा और प्रभुओं का प्रभु है, और अमरता केवल उसी की है। हाँ। और वो अगम्य ज्योति में रहता जो है, अगम्य ज्योति में रहता है, और न उसे कोई मनुष्य ने देखा हाँ। और न कभी देख सकता देखो है। ना ही उसको कोई मनुष्य देखा है, ना कोई उसे देख सकता है। ये है परमेश्वर का महिमा, अगम्य ज्योति के बारे में वर्णन किया है। അപ്പോൾ നമ്മൾ ചിന്തിക്കുക, तो जरा सोचे, നമ്മൾ ആരെയാണ് അബ്ബാ പിതാവെന്ന് വിളിക്കുന്നത്? तो हम लोग किसको हम लोग हे अब्बा हे पिता करके पुकार रहे हैं? ആ ദൈവം എത്ര വലിയവനാണ്! ये परमेश्वर कितना महान और बड़ा और श्रेष्ठ है। നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം. हम जानते हैं कि जब प्रभु इस दुनिया में आया तब प्रभु ने एक बात कहा। യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. യോഹन्ना का सुसमाचार पहला अध्याय उसका 18 वाक्य में, जॉन गॉस्पेल 1:18, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. तो इधर भी हाँ पढ़ेंगे 18। परमेश्वर को किसी ने कभी नहीं देखा, हाँ। एकलौता पुत्र जो पिता की गोद में है उसे ने प्रकट किया। हाँ, परमेश्वर इधर भी लिखा कि परमेश्वर को अभी तक किसी ने देखा नहीं है। അപ്പോൾ ഇനി ഇവിടെ ഇത് യോഹന്നാൻ പറയാണ്, ये യോഹन्ना का गवाही है, യോഹन्ना ने बोला हुआ बात है। ഇനി കർത്താവ് പറഞ്ഞ എന്താണ്? अभी प्रभु कहता है, കർത്താവിന് എന്നാ പറഞ്ഞേ? प्रभु ने परमेश्वर के विषय में क्या गवाही दिया है? പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. 6:46. हाँ उसका 6 യോഹन्ना का सुसमाचार 6 का 46, योहन्ना का सुसमाचार 6:46। यह नहीं कि किसी ने पिता को देखा है, हाँ। परंतु जो परमेश्वर की ओर से है केवल उसी ने पिता को देखा है। അപ്പോൾ ഇവിടെ പറയുന്ന സാരം എന്താ വെച്ചാല്, കർത്താവായ യേശുക്രിസ്തു അല്ലാതെ പിതാവിനെ ആരും കണ്ടിട്ടില്ല. मतलब ये कहने का उद्देश्य क्या है कि प्रभु यीशु मसीह के अलावा और किसी ने भी परमेश्वर को, पिता परमेश्वर को देखा नहीं है। അപ്പോൾ നമുക്ക് ഈ ദൈവത്തിന്റെ തന്റെ മഹത്വം അതിനെ ഒന്ന് മനസ്സിലാക്കും തോറും വാസ്തവത്തിൽ നമുക്ക് എന്തുമാത്രം ഈ കർത്താവിനോടുള്ള ബഹുമാനവും കർത്താവിനോടുള്ള അനുസരണവും നമുക്ക് ഉണ്ടാകണമെന്ന് നമ്മൾ പഠിക്കാൻ കഴിയും. इसलिए हम लोग परमेश्वर को जितना हम लोग उनको पहचानेंगे और समझेंगे, उसके हिसाब से हमें परमेश्वर की ओर का आदर और इज्जत और भय में हम बढ़ेंगे। നമ്മൾ ഈ കർത്താവിനെ ഒന്ന് അതിന്റെ തന്റെ ആ മഹത്വത്തിൽ ഒന്ന് കണ്ടാൽ, तो अगर ये परमेश्वर प्रभु को अगर उनका सही महिमा में अगर हम देखें तो നമുക്ക് ഈ കർത്താവിനെ മാത്രമേ പിന്നെ ആഗ്രഹിക്കാൻ പറ്റൂ. फिर हम लोग प्रभु के अलावा और किसी को हम आग्रह नहीं करेंगे। അങ്ങനെ ഒരു അനുഭവമാണ് പൗലോസിലേക്ക് ലഭിച്ചത്. इस तरह का एक आशीष का बात है पौलुस को मिला। താൻ കർത്താവിനെ കാണുമ്പോൾ എങ്ങനെയാ കണ്ടേ? तो पौलुस ने जब प्रभु को देखा वो किस रीति से देखा? നമ്മള് ചിന്തിക്കണം, കർത്താവിനെ അയക്കുന്നവരെ കണ്ടില്ല. मतलब प्रभु जिस रूप में पूर्ण ऋतु से रीति का जो अनुरूप पूर्णता का रूप में यीशु को नहीं देखा पौलुस ने। എങ്കിലും കണ്ട അവസ്ഥയെ കുറിച്ച് ഇവിടെ നമുക്ക് പുറപ്പെടുത്തി 9-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ, लेकिन वो झलक जो उसने प्रभु का देखा उसके बारे में प्रेरितों का कार्य 9वां अध्याय 3 से 5 में हम पढ़ते हैं। അവൻ പ്രയാണം ചെയ്ത് ദമസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ എന്താണ് കണ്ടത്? ഒരു വെളിച്ചം അവന് ചുറ്റും മിന്നി. सिर्फ खाली 3 पढ़ना 9 का 3। परंतु चलते चलते जब वह दमिश्क के निकट पहुंचा तो एकाएक आकाश से उसके चारों ओर ज्योति चमकी। हाँ, ये देखो प्रभु को देखने वाला परिस्थिति को यहाँ पर पौलुस वर्णन करके बता रहा है। ഒരു വെളിച്ചം മിന്നി. तो एक बहुत बड़ा ज्योति, एक प्रकाश उसके सामने चमकने लगा। അപ്പോൾ പൗലോസ് ഒരു കൂട്ടം ജനങ്ങളുമായിട്ട് ദമസ്കസിലേക്ക് ഇങ്ങനെ കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുക. पौलुस यहाँ पर क्या कर रहा है? विश्वासियों को सताने के लिए एक झुंड को लेकर वो दमस्कस की ओर जा रहा है। നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാം. ये घटनाएं आप लोग को मालूम है। അപ്പോൾ അവിടെ ആ മിന്നലുണ്ടായപ്പോൾ ഒരു ശബ്ദം ഉണ്ടായി. तो एक बहुत बड़ा प्रकाश और ज्योति में आने के बाद एक वहां से एक आवाज भी आया। നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? वहां पर प्रभु क्या बोलता है 9 का 4 में, सौल सौल तू मुझे क्यों सता रहा है? അപ്പൊ ശൗല് വിചാരിച്ചടാ, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ ഉപദ്രവിച്ചില്ലല്ലോ. तो सौल सोचने लगा ऐसा क्या बात है, मैंने ऐसा कोई बेमताक व्यक्ति को अभी तक तो परेशान सताया कुछ भी किया नहीं है। അപ്പോൾ അവന് മനസ്സിലായി, तब उसको समझ में आने लगा
ഞാൻ ഈ പിടിച്ചു കെട്ടാനും പിന്നെ ഉപദ്രവിക്കാനൊക്കെ പോകുന്നത് അതേ ക്രിസ്തുവിന്റെ ശരീരമാണെന്നുള്ള ആ കാഴ്ചപ്പാട് ആ സമയത്ത് തന്നെ ലഭിച്ചു. तो पौलुस को तभी समझ में आने लगा, मैं जिन लोगों को सताने, जिन लोगों को बंदीगृह में पकड़कर उपद्रव करने वाला लोग है, वो वास्तव में कौन है? वो प्रभु का शरीर है करके ये बात का प्रकटीकरण उसको मिला. നോക്കണം, ആ ഒരു കാര്യം അല്പം ഒന്ന് വെളിപ്പെടുത്തിയാൽ ആ പ്രകാശം വളരെ ആഴമായ പ്രകാശമായി. आमीन. हमें एक बात समझ रहा है, प्रभु एक छोटा सा झलक, एक छोटा सा प्रकाश भी अगर बता देगा तो उसको अगर थामे रहा तो एक बहुत बड़ा गहराई का अर्थ हमें समझ में आएगा उसमें. നമുക്കറിയാം, ബെൽശസ്സർ രാജാവ് കാണുക ആ ഭിത്തിയില് മെനെ മെനെ ഊമർസിൻ, പക്ഷെ അതിന്റെ വ്യാഖ്യാനവും അതിന്റെ അർത്ഥമൊക്കെ വളരെ നീണ്ടതായിരുന്നു. हाँ, लेकिन हम जब दानियल का पुस्तक में जब बेलशस्सर राजा ने जब पाप करने के बाद वहां पर एक हाथ आया और मैंने तके करके उसमें वो जो शब्द जब लिखा गया था तो वो लिखने गया तो 5-6 शब्द ही थे, लेकिन उसका अर्थ जब दानियल ने अगर बताया तो वो बड़ी बात थी. ഈ വെളിച്ചത്തിൽ നിന്നും വന്ന ആ ശബ്ദം പോലും കൂടെ ഉള്ളവരെല്ലാം തടവിടിരിക്കുക. हाँ, देखो अभी ये ज्योति में से आया हुआ शब्द का अवस्था में समझना है, उसके साथ आने वाले लोग भी सब गिरे हुए हैं. നമ്മുടെ അതിന്റെ 22-ാം അധ്യായത്തിൽ വരുമ്പോൾ हम लोग वही प्रेरितों का पुस्तक उसका 22वां अध्याय में एक्ट्स चैप्टर 22 അതിന്റെ 6 മുതൽ 9 വരെ വായിക്കുമ്പോൾ उसका 6 से 9 तक जब हम पढ़ते हैं അവിടെ ഈ പൗലോസിനുണ്ടായ അനുഭവം മറ്റുള്ളവർക്കുണ്ടായ അനുഭവം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. वहां पर पौलुस को मिला हुआ अनुभव और उसके साथ चलने वाले लोगों का अनुभव में भी फर्क आया. അങ്ങനെ പ്രയാണം ചെയ്ത് ദമാസ്കോസിന് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്നും വലിയൊരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി. ഞാൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. കർത്താവേ, നീ ആർ എന്ന് ഞാൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശു ആകുന്നു ഞാൻ എന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടു, എങ്കിലും എന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല. उसका पढ़ेंगे प्रेरितों का कार्य 22 का 6 से 9. जब मैं चलते चलते दमिश्क के निकट पहुंचा तो ऐसा हुआ कि दोपहर के लगभग एकाएक एक बड़ी ज्योति आकाश से मेरे चारों ओर चमकी और मैं भूमि पर गिर पड़ा और यह शब्द सुना, हे शाऊल तू मुझे क्यों सताता है? मैंने उत्तर दिया, हे प्रभु तू कौन है? उसने मुझसे कहा, मैं यीशु नासरी हूँ जिसे तू सताता है. मेरे साथियों ने ज्योति को तो देखी, परंतु जो मुझसे बोलता था उसका शब्द न सुना. അപ്പൊ ഇവിടെ മറ്റുള്ളവർക്ക് ഈ വെളിച്ചം മിന്നി മാത്രമല്ല, അവർ വീണു. ഞാൻ അടുത്തൊരു വാക്യം വായിപ്പിക്കാം. हाँ, तो वो लोग के सामने भी जो ज्योति आया, वो लोग ने ज्योति को देखा और देखा ही नहीं, वो लोग गिरा करके वो बात मैं आगे पढ़ाऊंगा. അപ്പോൾ ഇവിടെ പിന്നെ സംസാരം ഉണ്ടായത് കേട്ടത് മുഴുവനും പിന്നെ പൗലോസ് മാത്രം. लेकिन जो बातें वहां पर हुआ, तू कौन है, मैं यीशु हूँ नाज़री हूँ, ये सब बातें जो है वो सिर्फ पौलुस ने सुना, लोग उसके साथ रहने वाले लोगों ने नहीं सुना. ഞാൻ വിചാരിക്കുന്നത് കർത്താവിന്റെ വരവിലും നടക്കാൻ പോകുന്നത് ഇതുപോലെയാ. हाँ, मैं विश्वास करता हूँ कि प्रभु का आगमन का अवस्था में भी ऐसे ही होने वाला है. കാരണം ഈ എല്ലാവർക്കും എന്തോ ഒരു ഒച്ച കേട്ടെന്ന് പറയും. हाँ, कुछ लोग, वो दुनिया पूरा क्या बोली, बहुत बड़ा आवाज हमने कुछ तो सुना. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ തലമുറയിൽ കർത്താവ് വരുമെന്ന. और मेरा यही विश्वास है कि प्रभु ये पीढ़ी में आएगा, അതും വളരെ എളുപ്പം വേഗം വരും. और बहुत जल्दी आने वाला है. അപ്പൊ അന്ന് ഈ ശബ്ദം ഉണ്ടാകുമ്പോൾ तो उस दिन भी एक आवाज आएगा. ഇവിടെ ശൗലെന്നാ വിളിച്ചെങ്കിൽ इधर भले ही उधर आवाज आते समय में हे शाऊल करके बुलाया, ശൗലെന്ന് വിളിച്ചൊന്നും കൂടെയുള്ളവരും കേട്ടില്ല. तो शाऊल करके बुलाते समय में उसके आसपास के लोग किसी ने भी कुछ ही सुना नहीं. ശൗലിനോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് മുമ്പ് പിന്നെ വായിപ്പിക്കാം. अब मैं आगे में पढ़ाऊंगा, शाऊल के साथ बहुत वार्तालाप बातें हुआ, ഇതാരും കേട്ടില്ല. ये किसी ने भी नहीं सुना, ശൗലിന് മാത്രം. सिर्फ शाऊल ने सुना. ഇതുപോലെ കർത്താവ് വരും. इसी तरह प्रभु आएगा. ഈ കാഹളം ധനിക്കുമ്പോൾ जब तुरैया फूकी जाएगी, ഈ കാഹളത്തിനകത്ത് എന്റെ പേരുണ്ടാവും. ये तुरैया में मेरा नाम रहेगा, നിങ്ങളുടെ പേരുണ്ടാവുമല്ലോ അല്ലേ? आप लोग का नाम भी रहेगा ना, എല്ലാവരും പേര് ചൊല്ലിയായിരിക്കും. क्योंकि सबको नाम लेकर पुकारा जाएगा. ടോമി, हे टॉमी, ഇത്രയും പറയുമ്പോഴേ ഞാൻ അവിടെ എത്തും. इतना बोलते समय में भी ऊपर पहुंच जाऊंगा. Praise the Lord. Amen. ഇത് നടക്കാൻ പോകുന്നത്. ये होने वाला है. അപ്പൊ ഞാൻ എന്റെ കാതിൽ എന്റെ പേര് കേൾക്കും. तो मैं मेरा कानों में मेरा नाम को मैं सुनूंगा. എന്നെ ആരോ വിളിച്ചു. किसी ने मुझे बुलाया, ആരെങ്കിലും അല്ല, എന്റെ കർത്താവ് വിളിച്ചു. किसी ने भी नहीं, मेरा प्रभु ने बुलाया. ആ വിളിയിൽ എന്റെ പേര് വിളിക്കുമ്പോൾ തന്നെ ഞാൻ രൂപാന്തരം പ്രാപിച്ച് അവിടെ എത്തും. उस नाम का जब वो नाम बोलते समय में मैं रूपांतर होके महिमादायक होकर मैं ऊपर पहुंचूंगा. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. ये सभी लोगों को समझने के थोड़ा तकलीफ की बात है, എന്നാൽ നടക്കാൻ പോകുന്ന കാര്യം. लेकिन ये घटना होने वाला है. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് പിന്നീട് ഒരു വിശദീകരണം തരാം. इस विषय में मैं आगे और वर्णन समय देगा तो मैं दूंगा आप ഇനി लोगों को. കേട്ടോ, ഇനി ഇവിടെ ഈ ഇത് ഉണ്ടായപ്പോൾ അതിനെ ഒന്നുകൂടെ വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് അതിന്റെ 26-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ. हाँ, अभी ये जो पौलुस के जीवन में जो घटना हुआ उसको और
और अच्छी तरह से वर्णन करने वाला भाग है प्रेरितों का कार्य, उसका 26 का 26 മുതൽ 18 വരെ. हाँ, उसका 26 का 13 से लेकर 18 तक जब हम पढ़ते हुए हमें मालूम पड़ता है. രാജാവെ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തു നിന്നും എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ, ഞങ്ങളെല്ലാവരും വീണെന്ന, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? മുള്ളിൻ്റെ നേരെ ഉദിക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. മറ്റാരും കേട്ടില്ല. നീ ആരാകുന്ന കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തെങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇത്രയും കാര്യങ്ങൾ ഈ വെളിച്ചം ഉണ്ടായപ്പോൾ കർത്താവ് ഓരോരുത്തരോട് പറഞ്ഞു, മറ്റൊരാൾ ഒന്നും കേട്ടില്ല. जल्दी से पढ़ेंगे 13 से 18. तो हे राजा, मार्ग में दोपहर के समय मैंने आकाश से सूर्य के तेज से भी बढ़कर एक ज्योति अपने और अपने साथ चलने वालों के चारों ओर चमकती हुई देखी. जब हम सब भूमि पर गिर पड़े तो मैंने इब्रानी भाषा में मुझसे यह कहते हुए एक शब्द सुना, हे शाऊल, तू मुझे क्यों सताता है? पहने पर लात मारने के लिए कठिन है, मारना तेरे लिए कठिन है. मैंने कहा, हे प्रभु, तू कौन है? प्रभु ने कहा, मैं यीशु हूँ जिसे तू सताता है. परंतु तू उठ, अपने पाँव पर खड़ा हो, क्योंकि मैंने तुझे इसलिए दर्शन दिया है कि तुझे उन बातों का भी सेवक और गवाह ठहराऊंगा जो तूने देखी है, और उनका भी जिनके लिए मैं तुझे दर्शन दूंगा. और मैं तुझे तेरे लोगों से और अन्य जातियों से बचाता रहूंगा, जिनके पास मैं अब तुझे इसलिए भेजता हूँ कि तू उनकी आंखें खोले कि वे अंधकार से ज्योति की ओर और शैतान के अधिकार से परमेश्वर की ओर फिरे, कि पापों की क्षमा और उन लोगों के साथ जो मुझ पर विश्वास करने से पवित्र किए गए हैं मिरास पाए. हाँ, तो उधर 14 वाक्य में देखो, उधर वो लोग जमीन पर गिरा, बहुत बड़ा ज्योति और सब लोग गिरा. लेकिन इब्रानी भाषा में जो मैंने सुना वो सिर्फ पौलुस ही सुना. तो उधर 14 से लेकर 18 तक जो वार्तालाप हुआ, एक बहुत बड़ा वो ज्योति में ही एक बहुत बड़ा बातचीत हुआ जो सिर्फ पौलुस को ही साथ ही हुआ. परंतु എന്നാലും മറ്റുള്ളവരെല്ലാം പറഞ്ഞത് ഒരു ഒച്ച ഉണ്ടായി, ഒരു ശബ്ദം ഉണ്ടായി, ഒരു ഇടിമുഴക്കം ഉണ്ടായി. दूसरे लोग जब जो पौलुस के साथ थे वो लोग क्या बोलते, एक बहुत बड़ा आवाज आया, एक बिजली गरजने जैसा आवाज आया करके वो लोग कहा. प्रेज लॉर्ड. यही सेम बात प्रभु का आगमन में होने वाला है. നമ്മള് ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെയും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ എല്ലാവരുടെയും പേര് ആ സമയം ഒറ്റ ക്ഷണം കൊണ്ട് വിളിക്കാൻ പോകുന്നു. जब उस तुरैया जब फूका जाएगा, उस तुरैया फूकते समय में प्रभु का आगमन में क्या होगा, जो मरे हुए विश्वासी लोग और हम जो जीवित विश्वासी, वो सभी लोगों उस एक ही तुरैया का आवाज में, एक आवाज के ललकार में सभी विश्वासियों का नाम पुकारा जाएगा. കാരണം യഥാർത്ഥ വിശുദ്ധൻ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. क्योंकि एक सच्चा पवित्र जन प्रभु का आगमन के लिए इंतजार कर रहा है. അപ്പോൾ ആ കാഹളം കേൾക്കുമ്പോഴേ അവനിൽ ആ ശബ്ദം ആ പ്രവൃത്തി ചെയ്തിരിക്കും. तो वो जब वो तुरैया फूकी जाते समय में वो क्रिया उसके अंदर होगा. നമ്മുടെ കർത്താവ് എത്ര വലിയവനാണെന്ന് നമുക്ക് അറിയാമോ? क्या हमारा प्रभु कितना श्रेष्ठ और महान है करके ये बात आप लोग जानते हैं क्या? നമ്മുടെ സ്വർഗീയ പിതാവിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടോ? हमें अपने स्वर्गीय पिता के बारे में जानकारी है क्या? യഥാർത്ഥത്തിൽ ആ ദൈവത്തോടുള്ള ഒരു ഭയം നമ്മളെ ഭരിക്കുന്നുണ്ടോ? क्या वास्तव में परमेश्वर को और का एक भय हमें चला रहा है क्या? ഞാൻ ഒന്ന് രണ്ട് അനുഭവം കൂടെ പറയാം. एक दो अनुभव और मैं पढ़ाना चाहता हूँ. എന്നിട്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആഴമായ സത്യത്തിലേക്ക് നമ്മൾ വീണ്ടും ഇറങ്ങണം. और फिर विश्वासियों का जो सच्चा गहरा सच्चाई के में हम लोग दोबारा प्रवेश करेंगे. നമ്മൾ ദാനിയേൽ 10-ാം അധ്യായം 5 മുതൽ 9 വരെ വായിക്കുമ്പോൾ ദാനിയേൽ ഇതുപോലെ ദൈവത്തെ കണ്ട ഒരു അനുഭവം. दानियल का पुस्तक उसका 10वां अध्याय 5 से 9 जब पढ़ते समय में उधर भी दानियल ने प्रभु का एक अनुभव उठाया करके हम देखते हैं. ഞാൻ ഇദ്ദേക്കേൽ എന്ന മഹാനദി തീരത്ത് ഇരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ച് അരയ്ക്ക് ഉപാസ്തംഭം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപന്തം പോലെയും
ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയുമായിരുന്നു. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടി ഒളിച്ചു. അങ്ങനെ ഞാൻ ധരിച്ച് ശേഷിച്ചിരുന്നു. ഈ മഹാദർശനം കണ്ട് എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല. എൻ്റെ മുഖശോഭ ക്ഷയിച്ചുപോയി. എനിക്ക് ഒട്ടും ബലം ഇല്ലാതെയും ആയി. എന്നാൽ ഞാൻ അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. हाँ वही पढ़ेंगे दानियल का पुस्तक 10 का 5 से 9। तब मैंने आंखें उठाकर देखा कि सन का वस्त्र पहने हुए और उफास देश के कुंदन से कमर बांधे हुए एक पुरुष खड़ा है। उसका शरीर फिरोजा के समान, उसका मुख बिजली के समान, उसकी आंखें जलते हुए दीपक की सी, उसकी बाहें और पाँव चमकाए हुए पीतल के से, और उसके वचनों का शब्द भीड़ों के समान शब्द का सा था। उसको केवल मुझ दानियल ही ने देखा, और मेरे संगी मनुष्य को उसका कुछ भी दर्शन न हुआ, परंतु वे बहुत ही थरथराने लगे और छिपने के लिए भाग गए। तब मैं अकेला रहकर यह अद्भुत दर्शन देखता रहा। इससे मेरा बल जाता रहा, मैं भयातुर हो गया और मुझ में कुछ भी बल न रहा। तो भी मैंने उस पुरुष के वचनों का शब्द सुना, और जब वह मुझे सुनाई पड़ा तब मैं मुंह के बल गिर गया और गहरी नींद में भूमि पर औधे मुंह पड़ा रहा। അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ദാനിയേൽ പിന്നെ കേട്ടു, മറ്റുള്ളവർക്ക് ഇതൊന്നും കേൾക്കാനായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. इधर भी हम लोग देखो एकदम स्पष्ट रीति से हम देख सकते हैं कि दानियल को वो बातें सुनाई दिया, लेकिन जो दानियल के साथ थे वो लोग ने कुछ नहीं सुना. എന്നാൽ ഇവിടെ ഒരു വലിയ സംഭവം ഉണ്ടായത്, താൻ അത് കേട്ടപ്പോൾ താൻ അവിടെ കമന്നു വീണു. हाँ, लेकिन यहाँ पर एक बहुत बड़ा घटना जो दानियल के जीवन में हुआ वो क्या था? दानियल ने जब ये बात सुनने के बाद वो मुंह तले जमीन पर गिरा. നമ്മൾ കാണാൻ കഴിയും ഇന്ന് ചിലരൊക്കെ പിന്നെ വെളിപ്പാടുണ്ടായിട്ട് വീഴുന്നത് മറന്നു വീഴുന്നത് ദൈവത്തിന്റെ ശിക്ഷാവധിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. हाँ, लेकिन आजकल लोगों को देखो प्रकटीकरण मिलता तो कोई दर्शन मिलते लोग क्या करते हैं? वो लोग पीछे की ओर गिर जाते, सामने की ओर नहीं गिरते. हम वचन में पढ़ते हैं जो पीछे की ओर गिरता है वो न्याय के लिए है करके हम जानते हैं. Praise the Lord. Praise the Lord. ഞാനിപ്പോ അത് വിഷയമല്ലാത്തോണ്ട് നമ്മുടെ ഇപ്പൊ പോണില്ല. मैं वो विषय नहीं, इसलिए मैं उसमें मैं नहीं जा रहा, ദൈവമക്കൾക്ക് മിക്കവാറും അറിയാതെ, क्योंकि प्रभु के लोगों को वो बात जानते हैं, इसलिए मैं नहीं ले रहा. അപ്പോൾ കർത്താവിനെ കാണുന്നവർ അല്ലെ സ്വർഗീയമായ ദർശനം പ്രാപിച്ചവർ എവിടെയെങ്കിലും പുറകോട്ട് മറന്നു വീണതായിട്ട് വേദപുസ്തകത്തിൽ എങ്ങുമില്ല. तो इसके लिए जो प्रभु का सही प्रकटीकरण और सही दर्शन देखने वाला सच्चा विश्वासी लोग, वो लोग किधर भी पीछे की ओर गिर गया है करके वचन में किधर स्पष्ट नहीं किया, आगे की ओर उन लोग का चेहरा जो है जमीन की ओर गिरा है करके लिखा है. എന്നാൽ കവുന്നു വീണുവെന്ന് നമുക്ക് ധാരാളം റെഫറൻസ് ഉണ്ട്. हाँ, और मुंह के बल वो लोग सामने की ओर जमीन पर गिरा है करके बहुत सारा रेफरेंस और सबूत है उसके लिए. ഓക്കെ, നമുക്ക് വിഷയം അല്ലാത്തോണ്ട് അങ്ങോട്ട് പോകുന്നില്ല. हाँ, वो विषय नहीं है, इसलिए मैं उसमें नहीं जा रहा. എങ്കിലും ഞാൻ ഒരു വ്യക്തിയുടെ അനുഭവം കൂടെ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. लेकिन मैं और एक व्यक्ति का अनुभव को मैं बताना चाहता हूँ. മറ്റാരുമല്ല, കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്ന വിളിക്കപ്പെടുന്ന യോഹന്നാനെ കുറിച്ചാണ്. യോഹന്നാൻ സ്ലീഹ. तो मैं ये और कोई नहीं, वो प्रभु का खास चेला, जो प्रभु का सबसे प्रिय चेला मानने वाला वो है प्रेरित യോഹന്നാ. നമുക്കറിയാം, പത്മോസ് ദ്വീപിൽ ആയിരിക്കുമ്പോൾ जब യോഹന്നാ पतमोस द्वीप में था, നമ്മുടെ കർത്താവ് തന്റെ മഹത്വത്തിൽ അവിടെ വെളിപ്പെട്ടു. हमारा प्रभु अपने महिमा में वहां पर प्रकट हुआ. നമുക്കറിയാം, കർത്താവിന്റെ വെളിപ്പെടലാണ് നമ്മള് പിന്നെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13 മുതൽ 16 വരെ വായിക്കുന്നത്. हम लोग जब प्रकटीकरण का पुस्तक पहला अध्याय उसका 13 से लेकर 16 वाक्य पढ़ते समय में प्रभु का प्रकटीकरण हुआ रूप को वहां पर हम देखते हैं. അപ്പോൾ അങ്ങനെ കർത്താവ് തന്റെ മഹത്വത്തിൽ പിന്നെ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ വെളിപ്പെടുമ്പോൾ, तो जब प्रभु वहां पर अपने महिमा में पतमोस द्वीप में യോഹന്നാ के सामने प्रकट हुआ, യോഹന്നാൻ എന്താ സംഭവിച്ചേ? യോഹന്നാ को क्या हुआ? അതാണ് അതിന്റെ 17-ാം വാക്യം. उसका 17 वाक्य प्रकटीकरण 1:17 में, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ ഇവിടെ നോക്കണം, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുടനാകുന്നു. അപ്പോൾ ഇവിടെ കാണുന്നത് ഇത്രമാത്രം ഈ ലോകത്തില് കർത്താവിനോട് കൂടെ കർത്താവിന്റെ മടിയിൽ ഇരുന്ന് തന്റെ നെഞ്ചോട് ചേർന്നിരുന്ന യോഹന്നാനാണ്
ഇവിടെ കർത്താവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ അവിടെ തന്റെ പാദപീഠത്തിൽ വീഴുകയാണ്. उसी 17 वाक्य शुरुआत का भाग पढ़ना। जब मैंने उसे देखा तो उसके पैरों पर मुर्दा सा गिर पड़ा। हाँ, तो उसके पैरों की ओर, उसका चेहरा जो है पैरों की ओर समेत मुर्दा के समान गिरा। ये यूहन्ना कौन है हमें समझना है। वो एक खास प्रभु का खास प्रिय चेला था। वो हमेशा अपना सिर प्रभु के सीने और रखकर, साथ में रखकर, क्योंकि ये मेरा प्रिय गुरु है बोलकर हमेशा सीने से चिपका हुआ ये यूहन्ना जब प्रभु का महिमादायक रूप देखा तो उधर ही बड़ा समान उसके पैरों तले गिर गया। നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്ന ദൈവമക്കളെ, ഇന്നും നമ്മൾ ഈ കർത്താവിനെ യഥാർത്ഥത്തിൽ ശരിക്കും അടുത്തറിയുന്നുണ്ടോ? तो इसीलिए मैं बताना चाहता हूँ कि आज भी हम लोग वास्तव में प्रभु को हम लोग सही रीति से जान पा रहे हैं क्या? ഇന്ന് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? आज भी हम लोग प्रभु को जिस रीति से हमें प्रेम करना चाहिए उस रीति से प्रेम कर पा रहे हैं क्या? ഇന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ പാതയിൽ തന്നെയാണോ നമ്മൾ പോകുന്നത്? क्या आज भी हम लोग प्रभु ने जो रास्ता हमें बताया है उसी के पद चिन्हों में हम चल पा रहे हैं क्या? നമുക്കറിയാം, മോശയോട് ദൈവം സമാഗമന കൂടാരത്തെ ഉണ്ടാക്കുവാൻ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്തു എന്ന് നമ്മൾ പുറപ്പാട് പുസ്തകം 39-40 അധ്യായത്തിൽ തുടരെ വായിച്ചൊരു കാര്യമാണ്. യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. हाँ, हम लोग निर्गमन का पुस्तक उसका 39 और 40 अध्यायों में पढ़ते समय, एक्सोडस 39 और 40 में पढ़ते समय में परमेश्वर ने मूसा को आज्ञा क्या दिया था कि मैंने जो तुझे पर्वत में जो तुझे बात दिखाया है वही सेम बात तू भूमि में मिलाप वाला तब्बू बनाएगा करके 39 और 40 में बार बार उठा के ये बात कहता है। എന്നാൽ ഒരിക്കല് ഈ മോശയ്ക്കും ഒരു അബദ്ധം സംഭവിച്ചു. लेकिन ये मूसा जो प्रभु के साथ इतना समूह रिश्ता रखने वाला, ये मूसा को भी अपने जीवन में एक बार गलती हुआ। അതെന്താണ്? वो क्या है? നമുക്കറിയാം, സംഖ്യാപുസ്തകം 20 അധ്യായം അതിന്റെ 12 വാക്യം. वो गणना का पुस्तक में है, उसका 20 का 12 में हम पढ़ते हैं। नंबर संख्या पुस्तक उसका 20 का 12। പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക, എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകില്ല എന്ന് അരുളി ചെയ്തു. पढ़ेंगे। परंतु मूसा और हारून से यहोवा ने कहा, तुमने जो मुझ पर विश्वास नहीं किया और मुझे इजरायलियों की दृष्टि में पवित्र नहीं ठहराया, इसलिए तुम इस मंडली को उस देश में पहुंचाने न पाओगे जिसे मैंने उन्हें दिया है। അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? इधर क्या हो गया? ഇവിടെ ദൈവം പറയാണ്, നിങ്ങൾ എന്നെ ശുദ്ധീകരിച്ചില്ല. तो इधर कहते हैं कि तुम लोग ने मुझे लोगों के सामने पवित्र करके नहीं ठहराया। അപ്പോൾ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ദൈവത്തെ ശുദ്ധീകരിക്കേണ്ട അവർ അങ്ങനെ ശുദ്ധീകരിച്ചില്ല. എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്? ആ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തില്ല. हाँ, तो मतलब वो इस्राएल की नजरों के सामने, तुम बच्चों के सामने तुमने क्या किया? जिस तरह मुझे पवित्रता में रखना चाहिए था वैसा तुमने नहीं रखा। मतलब क्या है कि जो बातें प्रभु ने, परमेश्वर ने आज्ञा दिया वो लोग ने वैसा नहीं किया। എന്താണ് കർത്താവ് പറഞ്ഞിരുന്നത്? प्रभु ने क्या कहा था? അതിന്റെ 7 വാക്യം, उसका 7वां वाक्य में അവർ കാണുക പാറയോട് കൽപ്പിക്കുക. അപ്പൊ പാറയോട് കൽപ്പിക്കാനാണ് പറഞ്ഞിരുന്നത്. तो उधर उसने क्या हुआ? वहां पर प्रभु क्या कहता? तू जाकर उस चट्टान से तू बात करके बोल करके कहा था। उसका 8वां वाक्य के बीच में लिखा है। മലയാളത്തില് 7ന്റെ അവസാനമാണ്. हाँ, उसका हिंदी में, मलयालम में 7 में, लेकिन हिंदी में उसका 8 का बीच में लिखा है, तू जाके वो चट्टान से बात कर। അപ്പോൾ ഇവിടെ പിന്നെ പാറയോട് കൽപ്പിക്കാനാണ് പറഞ്ഞത്. ये चट्टान को तू बोल। എന്നാൽ ഇവിടെ സംഭവിച്ചെന്തുവാ? और लेकिन हुआ क्या? അതിന് 11 വാക്യം, उसका 11वां वाक्य में മോശെ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു, ജനവും അവിടെ കന്നുകാലികളും കുടിച്ചു. അപ്പോൾ വെള്ളമൊക്കെ പുറപ്പെട്ടു, കാര്യമൊക്കെ നടന്നു. പക്ഷേ ദൈവം പറഞ്ഞതുപോലെ കാര്യം മോശ ചെയ്തില്ല. 11 पढ़ेंगे। तब मूसा ने हाथ उठाकर लाठी चट्टान पर 2 बार मारी। हाँ, तो उधर प्रभु उधर देखो, पानी आया, पानी का जरूरत था, पानी तो आया, लेकिन परमेश्वर ने जो आज्ञा दिया वो मूसा ने नहीं किया। ഇതിനു മുൻപ് നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തില് 17 अध्याയം 6 വാക്യത്തില് അവൻ പാറയോട് അടിക്കാൻ കൽപ്പിച്ചു, അടിച്ചു, വെള്ളം പുറപ്പെട്ടതാ. यही बात निर्गमन का पुस्तक में जब 17 अध्याय में पढ़ते समय वाक्य 6 में उधर प्रभु ने आज्ञा दिया था कि तू चट्टान को जाके मार, तो वो आज्ञा उसने वैसे ही किया। അപ്പോൾ അന്ന് വെള്ളം പുറപ്പെട്ടു, उस समय पानी आया। കാരണം ഇതൊക്കെ നമുക്കറിയാം, ഇതിനകത്തൊക്കെ വലിയ ആത്മീയ അർത്ഥമുണ്ട്. सब में एक आत्मिक अर्थ भी है। കാരണം നമ്മുടെ കർത്താവ് ഒരിക്കൽ മാത്രം അടിക്കപ്പെടേണ്ടവനാണ്, അല്ലെങ്കിൽ മരിക്കേണ്ടവനാണ്. हाँ, उसको मतलब क्या, वो चट्टान मसीह है, उस चट्टान को एक ही बार मारा जाना चाहिए। मतलब क्या, हमारा प्रभु सिर्फ एक ही बार क्रूस पे मरना चाहिए। ഇവിടെ വീണ്ടും മോശ അടിച്ചു. लेकिन यहाँ पर दोबारा चट्टान को जाके मारा। അത് പിന്നെ തന്റെ ജനത്തിന്റെ മധ്യത്തിൽ ദൈവത്തെ അത് വിശദീകരിക്കും
നൽകിയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. लेकिन वो प्रभु के लोगों के सामने प्रभु को महिमादायक देने वाला या पवित्रता करने वाला बात नहीं था. അതിന് ജനത്തിന്റെ ആ ശാഠ്യ സ്വഭാവമാണ് കാരണമെങ്കിലും മോശയ്ക്ക് കോപമുണ്ടായി. ആ കോപത്തിൽ ഇതെല്ലാം സംഭവിക്കാനിടയായി. तो ये भले लोगों का गलती हो, लोगों का हठीला स्वभाव की वजह से ये गलती हुआ है, तो भी मूसा को उसका सजा मिला. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ദൈവം കൽപ്പിച്ചതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ വലിയ വീഴ്ചയും നഷ്ടവുമാണ് നമുക്ക് നിത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. इसके लिए उसी तरह परमेश्वर ने हमको जो आज्ञा दिया है वो आज्ञा के हिसाब से अगर हम नहीं करेंगे उसका बहुत बड़ा नुकसान हमको आने वाला राज्य में उठाना पड़ेगा. അതാണ് നമ്മൾ വളരെ ഭയത്തോടും വിറയലോടും കൂടിയാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. इसके लिए हम लोग एकदम डरते हुए कांपते हुए हमारा उद्धार के लिए हमें क्रिया करना है. നമുക്കറിയാമല്ലോ, 1 പത്രോസ് 3-ാം അധ്യായം മലയാളത്തിലെ 14-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് എന്താണ്? पहला पत्रोस 3रा अध्याय, मलयालम में वो 14 है. पहला पत्रोस 3 का 14 में, ഹിന്ദിയിൽ 15. ओके, हिंदी में 15 है वो. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. हाँ, उसको हिंदी में पहला पत्रोस 3 का 15 हिंदी में. पर मसीह को प्रभु जानकर अपने अपने मन में पवित्र समझो. हाँ, बस എന്താ പറയുന്നതിന് സാരം? ये कहने का विषय क्या है इधर? നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കർത്തൃത്വവും നമ്മൾ കർത്താവിനെ കൊടുത്തിരിക്കണം. हमारे जीवन का सभी क्षेत्रों के भागों में हमारे यीशु को प्रभुत्व का अधिकार देना है. നമ്മൾ ഏതെങ്കിലും അല്പസ്വല്പം ദൈവത്തെ അനുസരിക്കുന്നതല്ല വിഷയം. हम लोग इधर उधर थोड़ा थोड़ा बात के लिए प्रभु का बात मानना ऐसा नहीं है. ഒന്നെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിന്റെ കർത്താവ് യേശുക്രിസ്തുവാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയമാണ്. हाँ, या तो हम लोग अपना जीवन का पूरा प्रभुत्व प्रभु होना चाहिए, या तो हमारा स्वयं रहेगा. അവിടെയാണ് വിഷയം വരുന്നത്. इधर है मुद्दा आता है. ഇന്നും നമ്മൾ നമ്മുടെ ഹിതത്തിലാണോ അതോ ദൈവഹിതത്തിലാണോ? तो इधर आज भी हम लोग हमारे इच्छा के अनुसार कार्य कर रहे हैं या प्रभु की इच्छा के अनुसार कार्य कर रहे हैं? കർത്താവിന് കർത്തൃത്വം നമ്മൾ കൊടുക്കുന്നുണ്ടോ? प्रभु को हम लोग प्रभुत्व दे पा रहे हैं क्या? കർത്താവ് നമ്മുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ മാത്രം കർത്താവ് ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. प्रभु हमारे 1-2 जगहों पर भागों में प्रभु बने रहे ऐसा नहीं आग्रह करता है. നമ്മള് കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ മാത്രം കർത്താവ് നമുക്ക് കർത്താവും ബാക്കിയുള്ള സമയത്ത് നമ്മൾ സ്വയം നമ്മുടെ കർത്താവുമായാൽ അത് യഥാർത്ഥ ക്രിസ്തീയ ജീവിതമല്ല. हम लोग संगति में आते समय में यीशु मसीह तू मेरा प्रभु है, बाकी समय में मैं मेरा स्वयं का हिसाब से मैं चलूंगा बोला तो वो वास्तव में सही रीति का मसीह जीवन नहीं है. ഇവിടെയാ ദൈവമക്കളെ നമ്മൾ ശരിക്കും പഠിക്കണ്ടേ. इधर है अब विश्वास प्रियो, हमें सही रीति से समझना है. നമ്മൾ കർത്താവിലായി കഴിയുമ്പോൾ हम लोग प्रभु में हो जाने के बाद പിന്നീടുള്ള നമ്മുടെ ജീവിതത്തില് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നുവെന്ന് ഗലാത്യർ 2:20 നമ്മൾ വായിക്കുന്ന പോലെ നമുക്ക് ആ ഒരു സാക്ഷ്യം പറയാനായിട്ട് കഴിയണം. इसके लिए मसीह में हम हो जाने के बाद वास्तव में हे प्रभु मैं नहीं बल्कि मसीह तू है मुझ में, प्रभु तू मेरा अधिकार है करके मैं नहीं जी रहा बल्कि मसीह मुझ में जी रहा है करके ऐसा अवस्था जो गवाही पौलुस ने गलतियों का पुस्तक 2:20 में कहा वैसा होना चाहिए. ആ വചനം നമുക്ക് വളരെ സുപരിചിതമായ വചനമാണ്. ये वचन हम लोग अच्छे से हम लोग जानते हैं. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്തെ ജീവിക്കുന്നത്. हाँ, उसका पढ़ेंगे गलतियों का पुस्तक 2:20. मैं मसीह के साथ क्रूस पर चढ़ाया गया हूँ, अब मैं जीवित न रहा पर मसीह मुझ में जीवित है, और मैं शरीर में अब जो जीवित हूँ तो केवल उस विश्वास से जीवित हूँ जो परमेश्वर के पुत्र पर है, जिसने मुझसे प्रेम किया और मेरे लिए अपने आप को दे दिया. ഇതാണ് യഥാർത്ഥത്തിലുള്ള കർത്തൃത്വം നൽകിയുള്ള ജീവിതം. यही है वास्तव में एक सच्चा प्रभुत्व को देकर जीने वाला एक जीवन. അങ്ങനെ ഒരു വ്യക്തി എപ്പോഴും ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കുന്നതിലും ആത്മാവിനാൽ നടത്തപ്പെടുന്നതിലും ഉത്സാഹിയായി. ऐसा व्यक्ति हमेशा प्रभुत्व का अधीन में रहकर मसीह को अधिकार देकर उसके प्रभु के उत्सुकता में चलने वाला एक सच्चा विश्वासी रहेगा. യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതല് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ കടപ്പെട്ടവനാണ്. हाँ, एक सच्ची में जो नया जन्म पाया हुआ विश्वासी आत्मा के अनुसार चलने वाला या आत्मा के अगुवाई के अनुसार चलने वाला अवस्था में चलना वो जिम्मेदार है. എങ്കിൽ മാത്രമേ നമ്മൾ കർത്താവിന് കർത്തൃത്വം കൊടുക്കുന്നുള്ളൂ. तो ही हम लोग यीशु को प्रभुत्व दे सकते हैं. നമുക്കറിയാം ഈ മലയാളത്തിൽ ചില വാക്യങ്ങളെ നഷ്ടപ്പെട്ടു പോയി. നമ്മള് റോമാലേഖനം 8-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ हम लोग अभी मलयालम के वाक्यों में कुछ वाक्य ऐसा वाक्य है जिसमें कुछ भागों को निकाल दिया है. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. और रोमियो का पुस्तक 8 का 1 जब पढ़ते समय में हमें बहुत अच्छी तरह से पसंद आने वाला एक वचन है वो. कारण क्या है? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല. ഇത്രയും പറഞ്ഞ് നമ്മുടെ മലയാളം നിർത്തി. मलयालम में कितना लिखा है अभी जो मसीह यीशु में है उसको दंड की आज्ञा नहीं है, बस उतना ही बोलकर खत्म हो गया वाक्य. അപ്പോൾ അതിന്റെ അർത്ഥം ഒരുപാട് പേര് മനസ്സിലാക്കിയിരിക്കുന്നത് तो उसका मतलब बहुत लोगों ने क्या समझा है? ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഇന്ന് ഞാൻ കൂട്ടായ്മയിൽ പോകുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, എനിക്ക് എന്റെ കാര്യങ്ങൾ ഇനി ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞാല് ഞാന്
അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവനും ആ ഒരു തെറ്റിദ്ധാരണയിൽ ജീവിക്കുക. हाँ, तो इसकी वजह से क्या हो गया, मैं वो उतना वाक्य पढ़ने के बाद लोगों में क्या ख्याल आता है, देखो मैंने तो नया जन्म हो गया, मेरा बपतिस्मा हो गया और मैं समय समय पर कलीसिया जा रहा हूँ, अभी मुझे चलता है कैसा भी जी लेगा बोलकर ऐसा अवस्था में अपने को धोखादायक जीवन वो जी रहा है. എന്നാൽ അവൻ ക്രിസ്തുവിലായിട്ടുണ്ടോ? लेकिन क्या वो वास्तव में मसीह में हो चुका है क्या? കാരണം ക്രിസ്തുവേശുള്ളവർക്കൊരു ശിക്ഷാവിധിയില്ല. क्योंकि जो मसीह यीशु में है उनको दंड के आगे नहीं है. അതിനോട് ചേർന്നൊരു ചെറിയ ഭാഗം കൂടെ ഉണ്ടായിരുന്നു, മലയാളത്തിൽ ഇല്ല. हाँ, लेकिन उसी के साथ साथ एक भाग आना चाहिए जो मलयालम में नहीं है. അത് ആർക്കറിയോ? वो किसके बारे में है? ആത്മാവിനാൽ നടത്തപ്പെടുന്നവർക്കെന്നാ. जो ये किन लोगों के लिए है, दंड की आज्ञा किन लोगों के लिए नहीं है? जो आत्मा के अनुसार चलता है. നിങ്ങളുടെ ബൈബിളുണ്ടോ അങ്ങനെ? हाँ, 8 का 1 पढ़ेंगे हिंदी में. अब जो मसीह यीशु में है उन पर दंड की आज्ञा नहीं, क्योंकि वे शरीर के अनुसार नहीं वरन आत्मा के अनुसार चलते हैं. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? तो आप लोग समझे क्या? ഇവിടെ ഹിന്ദിയിൽ അത് ശരിക്കുണ്ട്. हिंदी और इंग्लिश में भी है അപ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റുള്ള മിക്കവാറും എല്ലാ ഭാഷകളിലും ഉണ്ട്. और लगभग दूसरा भाषाओं में भी ये मिलेगा आपको. നമ്മുടെ മലയാളികളാണ് വിഴുങ്ങിക്കളഞ്ഞു. लेकिन मलयाली लोगों ने इसको निकल गए. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ ആത്മാവിനാൽ നടത്തപ്പെടുന്ന അവസ്ഥ അറിയത്തില്ല. അവരുടെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണകളെല്ലാം ഉണ്ടാകുന്നത് ഈ വചനം വേണ്ടപോലെ ഇല്ലാത്തതുകൊണ്ടാണ്. हाँ, तो इसके लिए मलयालम में आत्मा के अनुसार चलना जाने के विषय में ये बात यहाँ पर लिखा नहीं होने की वजह से हम लोग आत्मा के नियंत्रण के अनुसार चलना चाहिए, ये बात हमें समझ में नहीं आती. इसलिए हम लोग शारीरिक दशा के अनुसार हम लोग चलने लगते हैं. बहुत से बातों में गड़बड़ी क्यों होता है? वचन का सही रीति का स्पष्टता खुलासा नहीं है या लिखा हुआ बात ही नहीं है, इसके लिए गलती होता है. നിങ്ങൾക്ക് മറ്റുള്ള ഏതെങ്കിലും ഭാഷ അറിയാമെങ്കിൽ ആ ഭാഷയിലൂടെ വചനം വായിക്കുന്നത് നന്നായിരിക്കും. इसलिए मैं आपको दरख्वास्त करता हूँ, यदि खास रूप में मलयाली लोगों को अगर आपको दूसरा भाषा में पढ़ने के लिए अगर आता है तो दूसरा भाषाओं में भी मलयालम बाइबल को पढ़ना. നിങ്ങൾ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. हाँ, आप लोग अगर आपको इंग्लिश मालूम है तो अंग्रेजी पढ़ लेना. ഹിന്ദി അറിയാവുന്നവർ ഹിന്ദി നോക്കണം. जिसको हिंदी मालूम है हिंदी पढ़ो. അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാല് നമ്മള് ഈ ശിക്ഷാവിധി ആർക്കില്ല. യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിനില്ല. കാരണം വെച്ചാൽ പിന്നെ അവരെ നടത്തുന്നത് ദൈവാത്മാവാണ്. तो वास्तव में दंड की आगे अभी हमारे ऊपर नहीं है. जो कोई नया जन्म पाया उसके वो दंड के आगे नहीं है, लेकिन वो आत्मा के अनुसार चलना है. എന്നാൽ അവന് വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്ന് ആത്മാവിനാൽ നടത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കിയാ മനസ്സിലാക്കേണ്ടത്. हाँ, लेकिन मैं सच्ची में नया जन्म पाया हूँ कि नहीं, ये आत्मा हमें चाल चलन में चलाएगा, वही लोगों को मालूम पड़ेगा. കാരണം നമുക്കറിയാം യോഹന്നാൻ 1:12 വായിക്കുന്നത് അവനെ കൈക്കൊണ്ടവർക്ക് എല്ലാ ദൈവമക്കളാകാനായിട്ട് അധികാരം കിട്ടി. क्योंकि यूहन्ना का सुसमाचार 1:12 में हम देखते हैं, जो कोई भी उस पर विश्वास करेगा उनको पुत्र बच्चे होने का अधिकार प्रभु ने सबको दिया है, विश्वास करने वालों को. അപ്പൊ വിശ്വസിച്ച എല്ലാവർക്കും ആത്മാവിനെ കിട്ടി. तो मतलब क्या है, विश्वास करने वाले सभी भाई बहनों को प्रभु का आत्मा मिल चुका है. അത് കർത്താവിന്റെ വാഗ്ദത്ത പ്രകാരം യോഹന്നാൻ 7:38 പ്രകാരം 39 പ്രകാരം പിന്നെ വിശ്വസിക്കുന്നവർക്ക് തന്റെ ആത്മാവിനെ ദൈവം പകർന്നു. हाँ, वो प्रभु अपना प्रतिज्ञा के अनुसार यूहन्ना का सुसमाचार 7 का 38-39 में हम पढ़ते समय में विश्वास करने वालों को प्रतिज्ञा के रूप में प्रभु ने देने मिलने वाला है करके प्रभु ने पहले से ही बोला था. അപ്പൊ അവർക്ക് ആത്മാവിനെ കിട്ടി. तो हमको आत्मा मिल चुका है അവർ ആത്മാവിനെ നടത്തപ്പെടുന്നു. और वो आत्मा के द्वारा चलाए जा रहे हैं. അവരാണല്ലോ റോമർ 8:14 പ്രകാരം ദൈവത്തിന്റെ ആത്മാവിനെ നടത്തപ്പെടുന്ന ദൈവമക്കളാവുന്നു. और वही है रोमियो का पुस्तक 8 का 14 में हम पढ़ते हैं, जो परमेश्वर के आत्मा के अनुसार चलाए जाते हैं वे ही परमेश्वर के पुत्र है. അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. इसके लिए नया जन्म अगर हमारा हुआ है या दोबारा जन्म प्राप्त हुआ है तो प्रभु के आत्मा के साथ चलाए जाने का अवस्था हमारे अंदर होना चाहिए. ये बात हमको मालूम होना चाहिए. ഞാനൊന്ന് ചോദിച്ചോട്ടെ, मैं पूछना चाहता हूँ, എത്ര നാളായി ആത്മാവ് നമ്മോട് സംസാരിച്ചിട്ട്? कितना दिन हो गया आत्मा हमसे बात करके? നമ്മൾ ഏതെങ്കിലും പാപത്തിലൂടെ ജീവിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഇടപെടത്തില്ല. क्योंकि अगर कोई हम लोग पाप के दशा में या पाप की अवस्था में अगर हम बने रहेंगे तो आत्मा हमसे बात नहीं करेगा. അപ്പോൾ പാപവുമായിട്ട് നമ്മൾ എവിടെയെങ്കിലും നമ്മൾ പിന്നെ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. तो मैंने अगर पाप के साथ किधर भी हाथ मिला दिया है तो मुझे प्रभु का आवाज सुनने को नहीं मिलेगा. ഇന്ന് അനേക വിശുദ്ധന്മാരും ദൈവശബ്ദം കേൾക്കുന്നില്ല. आज बहुत से पवित्र जन लोग प्रभु का बात आवाज को सुन नहीं पा रहे. ദൈവമക്കളെ, നമ്മൾ ദൈവശബ്ദം കേട്ട് ആ ദൈവത്തിന്റെ ആത്മാവിനാൽ കർത്താവിന് കർത്തൃത്വം കൊടുത്ത് നമുക്ക് ജീവിക്കുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന ആ നല്ല എന്ന് പറഞ്ഞാൽ ദൈവം ഏത് പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ വീണ്ടും ജന്മം നൽകി നമ്മളെ രക്ഷിച്ചോ ആ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നു. इसके लिए हर एक विश्वासी लोग अपने विश्वास के प्रतिदिन दुनिया में जीते समय में प्रभु का आवाज को सही रीति से सुन पाए, पहचान पाए, उस आधार पर वो चलेगा तो ही प्रभु जिस उद्देश्य के लिए उसको उद्धार दिया है उसके उद्देश्य के अनुसार वो चल पाएगा. ഇന്ന് ഞാൻ ഒരുപാട് വിശുദ്ധന്മാരെ കാണുന്നത് അവര് ഒരു പ്രവൃത്തിയും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ ജീവിക്കുക. आज मैंने बहुत से विश्वासियों को देखा है कि वो लोग क्या है, मैं कोई भी क्रिया नहीं करेगा तो चलेगा बोलकर इस तरह के ठंडा मन में जी रहे हैं.
ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം ഓർക്കണം, നമ്മൾ പ്രാണന്റെ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. क्योंकि मैं आपको फिर से याद दिलाना चाहता हूँ, मैं प्राण के उद्धार के बारे में मैं कह रहा हूँ. അപ്പൊ ഈ പ്രാണന്റെ രക്ഷയിൽ നമ്മൾക്ക് വേണ്ടി ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന ആ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. इसके लिए इस प्राण के उद्धार के विषय में प्रभु ने हमारे लिए जो तैयार करके रखा हुआ बातों को उसे हमें करना है അത് കൃത്യതയോടെ നമ്മൾ അറിയണം. और उसको सही रीति से हमें जानना है. അത് അറിഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യണം. उसको जानने के बाद हमें करना है. കർത്താവ് സഹായിച്ചാൽ നാളത്തെ ക്ലാസ്സിൽ ആ പ്രവർത്തികളെ കുറിച്ച് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. हाँ, प्रभु अगर सहायता किया तो कल का दिन अगर मिला तो वो क्रियाओं के विषय में क्या क्या बातें किस रीति से हमें करना है वो बातों में मैं बताऊंगा. നമ്മുടെ പിതാവായ ദൈവം എത്ര വലിയവനാണെന്ന് ഒരു അല്പമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? लेकिन हमारा पिता परमेश्वर कितना महान है, कितना दयावान है, ये बात आप लोगों को समझ में आया होगा. ഇന്നും നമുക്ക് ആ പിതാവിനെ ഇതുപോലെ യഥാർത്ഥ ഭയഭക്തിയോടെ സേവിക്കാൻ കഴിയുന്നുണ്ടോ? क्या आज भी हमें इस पिता को भय भक्ति के स्वरूप के रूप में हम उनको आदर और इज्जत और सेवा कर पा रहे हैं क्या? നമ്മൾ കർത്താവിന്റെ വരവിൽ ആ കർത്താവിനെ നമ്മൾ അവിടെ നിന്ന് ആയിരിക്കുന്ന പോലെ കാണാൻ പോവുക. इसलिए हम लोग जब प्रभु आएगा वो प्रभु कैसा है वैसा हम उनको देखने वाले हैं. Praise the Lord. Praise the Lord. നമ്മൾ അവിടുത്തെ മുഖം കാണും. हम लोग एक दिन उनका चेहरे को देखेंगे. ആ ഭാഗ്യം സഭയ്ക്ക് ദൈവം നൽകിയിട്ടുണ്ട്. वो भाग्य प्रभु ने कलीसिया को दिया है. നമ്മൾ അവിടുത്തെ മുഖം കണ്ട് അവിടുത്തെ എന്നും ആരാധിക്കും. हम लोग वो प्रभु के चेहरे को देखकर उनको आराधना करेंगे. അതിനുള്ള വലിയ പദവിയാണ് പിന്നെ സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. इतना बड़ा पदवी और अधिकार प्रभु ने कलीसिया को दिया है. നമ്മൾ ആ പദവിയിലേക്ക് എത്തണം. उस पदवी में हमें पहुंचना है. ആ പദവിയിലേക്ക് പോകുന്ന ഈ റൂട്ടിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് നമ്മുടെ ഈ പ്രാണന്റെ രക്ഷ എന്നുള്ളത്. उस पदवी में पहुंचने के विषय का जो सबसे बड़ा रास्ता, वो जो हमारा विषय में जो क्रिया होता है वो है प्राण का उद्धार के विषय में. Praise the Lord. Praise the Lord. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിനെ ഒന്നും വിശദീകരിക്കുന്നില്ല. इसलिए मैं ज्यादा अभी वर्णन करने नहीं जा रहा. ഒരു കാര്യം ഞാൻ പറയട്ടെ, एक बात बताना चाहता हूँ. നമ്മൾ നമ്മുടെ കർത്താവിനെ ഭയത്തോടും ഭക്തിയോടും കൂടി സേവിക്കണം. लेकिन हमें अपना परमेश्वर को डरते हुए कांपते हुए भक्ति पूर्वक हमें प्रभु का सेवा करें. ഇന്ന് ആ ഒരു ഭയം നമ്മളെ ഭരിക്കുന്നുണ്ടോ? क्या आज उस रीति का भय हमें चला रहा है क्या? എപ്പോഴും നാം ദൈവഭക്തിയോടും കൂടി ജീവിക്കണം. वास्तव में हमें हर पल हमें उस भय से हमें जीना है. അതാ ദൈവജനം നമ്മളോട് അനുശാസിക്കുന്നത്. वही हमें प्रभु का वचन हमें सिखाता है. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु हमको सहायता करे. കർത്താവിന്റെ കൃപ എല്ലാവരും प्रभु का अनुग्रह हम सब में बने रहे. Praise the Lord.